ഞാൻ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, ഞാൻ ടെസ്റ്റ് മണിയൊക്കെ കേട്ടവർ കാണുന്നവരെ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. വളരെ ശാരീരികമായ ക്ലേശങ്ങളിൽ കൂടെ കടന്നുപോയി, വളരെ ശ്വാസം മുട്ടല. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് എനിക്കൊരു ആലോചന പറഞ്ഞു തന്നായിരുന്നു. ഈ പ്രഗ്നൻസി മറ്റ് 2 പ്രഗ്നൻസി പോലല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. നീ ദൈവാലോചന അനുസരിച്ച് ഓരോ കാര്യം ചെയ്യാവുള്ളൂ. അതിലാദ്യത്തെ ദൈവാലോചന, നീ ഡോക്ടറുടെ അടുക്ക പോകരുതെന്നായിരുന്നു. അമേരിക്കയിൽ ഡോക്ടറുടെ അടുക്ക പോകാതെ പ്രസവിക്കാൻ ഇച്ചിരി പാടാകട്ടെ, ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാനത് ദൈവസന്നിധിയിൽ കർത്താവ് പറഞ്ഞതല്ലേ, സമ്മതിച്ചു, പോയില്ല. ഞാൻ ഡെലിവറിക്ക് മാത്രമാണ് ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ. ഒരു ഡോക്ടേഴ്സ് ചെക്കപ്പ് ഞാൻ ചെയ്തിട്ടില്ല, അൾട്രാസൗണ്ട് ചെയ്തിട്ടില്ല, ഒന്നിനും പോയില്ല. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3-ാം മാസം തൊട്ട് ഭയങ്കര ശ്വാസം മുട്ടൽ, അതിശക്തമായ ശ്വാസം മുട്ടൽ. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അടുത്ത നിയോഗം എനിക്ക് തരിക, നീ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നിടം വരെ ഉച്ചവരെ എല്ലാ ദിവസവും ഉപവസിക്കണമെന്ന്. എല്ലാ സ്ത്രീകളോടും ചോദിക്കട്ടെ, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മളോട് ചുറ്റുമുള്ളവരെല്ലാം പറയുന്നത് എന്താ? ഒരാൾക്കുള്ളതല്ല, 2 പേർക്കുള്ളത് കഴിക്കണം. ഈ 2 പേർക്കുള്ളത് കഴിക്കേണ്ട ആളോട് കർത്താവ് പറയുക, നീ ഇന്ന് തൊട്ട് ഉച്ചവരെ ഒന്നും കഴിക്കണ്ട. ആഹാ. അപ്പം എനിക്കൊരു ഡൗട്ട്, ഇത് കർത്താവ് തന്നെ ആണോ? അപ്പോൾ ഞാൻ ദൈവസന്നിധി പറഞ്ഞു, കർത്താവ് എനിക്ക് അങ്ങിൽ വിശ്വാസം ഓക്കെയാ, എന്നാലും തോമസിനെ പോലെ എനിക്ക് എന്തുണ്ട്, അവിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് എനിക്കറിയാം ഇത് കർത്താവാണ്, പക്ഷേ എനിക്ക് ഒരു ഉറപ്പും കൂടെ തരണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒരു ദിവസം രാത്രി വളരെ ശ്വാസം മുട്ടൽ കൂടി, എൻ്റെ ദേഹമൊക്കെ അങ്ങ് നീലയ്ക്കാൻ തുടങ്ങി, കൈയൊക്കെ നീലച്ച് തുടങ്ങി. എനിക്ക് പറ്റുന്നില്ല, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പെട്ടെന്ന് പറഞ്ഞു, എന്താ ചെയ്യേണ്ട, 911 വിളിക്കട്ടെ? ഞാൻ പറഞ്ഞു വേണ്ട, അതെനിക്കറിയാം കർത്താവ് പറഞ്ഞ ഉറപ്പുണ്ട്. അപ്പം ഞാൻ മമ്മിയെ വിളിക്കാൻ പറഞ്ഞു. എൻ്റെ മമ്മി രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ, ഇന്ന് വരെ മരുന്നെടുത്തിട്ടില്ല കേട്ടോ, ഇന്ന് വരെ മരുന്നെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മമ്മിയെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. മമ്മി പെട്ടെന്ന് എന്നോട് പറയും, മോനെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ കുഞ്ഞുണ്ടാകുന്നിടം വരെ നീ ഉച്ചവരെ ദിവസത്തിന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് 2 പേരുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാണ്. എനിക്ക് ഉറപ്പോടെ ഞാനത് വിശ്വസിച്ചു. എൻ്റെ ശരീരത്തിൻ്റെ കർത്തൃത്വം, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കർത്തൃത്വം അന്ന് കർത്താവിന് കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങ് പറയുന്നെങ്കിൽ ഞാൻ അനുസരിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ പറഞ്ഞതാ, കർത്താവ് പറയുന്നത് അനുസരിക്കുമ്പോൾ നമ്മുടെ വിചാര കാര്യം അങ്ങ് കൂളാണ്. അല്ല, പ്രതികൂലം ശരിക്കും ശത്രു അപ്പുറം എഴുന്നേൽപ്പിക്കും. എനിക്ക് അതുവരെ ഇല്ലാത്ത ലോ ബ്ലഡ് പ്രഷർ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലകറക്കവാ, ഒട്ടും വയ്യ, നേരെ നിൽക്കാൻ വയ്യ. 2 കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് ശുശ്രൂഷയുണ്ട്, ഇതെല്ലാം ചെയ്യണം. പക്ഷേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങി ഇങ്ങനെ നിൽക്കാൻ പോലും വയ്യാതെ വരും. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, എന്തെങ്കിലും ഒന്ന് കഴിക്ക്, ഒരു ബിസ്ക്കറ്റെങ്കിലും കഴിക്ക്. ഞാൻ പറഞ്ഞു, ഇല്ലച്ചാ, കർത്താവ് പറഞ്ഞെങ്കിൽ എനിക്കത് പൂർണ്ണമായിട്ട് അനുസരിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഷോർട്ടായിട്ട് പറയുക, എന്നും രാവിലെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. അതാണ് എൻ്റെ ഹല്ലേലൂയ ആഹാരം എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പറയും, അപ്പാ അങ്ങ് പറഞ്ഞു ഉപവസിക്കാൻ. ഒരു ആത്മീക മണ്ഡലത്തിലൊരു ഫൈറ്റാണെന്ന് എനിക്കറിയാം. കാരണം വാക്തത്വ സന്തതി എൻ്റെ ഉദരത്തിൽ കിടക്കുന്നത്. എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കിട്ടിയ വാക്തത്വമായിരുന്നു ഈ 3ാമത്തെ തലമുറ. അപ്പോൾ എനിക്കറിയാം ഇവൻ വാക്തത്വ തലമുറയാണെന്നറിയാം. എല്ലാവരും എന്നോട് ചോദിച്ചു, അൾട്രാസൗണ്ട് ചെയ്യാതെ എങ്ങനെ ഉറപ്പുണ്ടായിരുന്നു ആണാന്ന്? കാരണം 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് 3ാമതൊരു ആൺകുഞ്ഞിനെ തരും, അവൻ്റെ പേര് ഇന്നതാന്ന് വരെ ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ പിന്നെ കർത്താവിനെ ഡൗട്ട് അടിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ഉറപ്പോടെ പറഞ്ഞത് ആൺകുഞ്ഞാന്ന് പേരെഴുതി വെച്ച് ബൈബിളിൽ വിശ്വാസത്താൽ എല്ലാ സ്റ്റെപ്പും ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു വെള്ളം കുടിക്കും. ദൈവമക്കളെ, ഡെലിവറിക്ക് ലേബർ റൂമിൽ കയറുമ്പോഴും ഞാൻ ഉപവാസത്തോടുകൂടിയാണ് കുഞ്ഞിനെ പ്രസവിച്ചത്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ 1 കിലോ പോലും കൂടിയില്ലായിരുന്നു ഈ പ്രഗ്നൻസിയിൽ. ക്ഷീണിച്ച് വരിക, കാണുന്നവരെല്ലാം ചോദിക്കുക, അക്സ ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞാ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇതായിരുന്നു, കർത്താവേ എൻ്റെ കുഞ്ഞിന് വെയിറ്റ് ഉണ്ടോ? ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ഇല്ലാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇവനെ ഏറ്റവും വലിയ, എൻ്റെ 3 കുഞ്ഞുങ്ങളെക്കാൾ ഇവന് വെയിറ്റ് ഉണ്ടായിരുന്നു. ഇവൻ 3,900 ഉണ്ടായിരുന്നു. സിസിയാൻറ്റി കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ കണ്ടിട്ട് പറയാ, 3 പേരിൽ അവനാ ഏറ്റവും മിടുക്കെന്ന്. സത്യമാ, കർത്താവ് പറഞ്ഞിട്ട് നീ അനുസരിച്ചാലുണ്ടല്ലോ, നിന്റെ ശരീരത്തിൻ്റെ കർത്തൃത്വം കർത്താവിന് കൊടുത്താലുണ്ടല്ലോ, ബ്ലഡ് പ്രഷറും ഷുഗറും ഒന്നും ഹല്ലേലൂയ നിന്നെ തോൽപ്പിക്കത്തില്ല. ഇന്ന് ദൈവമക്കളിൽ വന്ന ഏറ്റവും വലിയ കുഴപ്പം എന്നാണെന്നറിയോ? പണ്ടത്തെ അപ്പച്ചമാരും അമ്മച്ചിമാരും ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഉപവസിക്കുമായിരുന്നു, ഇല്ലേ?
നിങ്ങളുടെയൊക്കെ പിതാക്കന്മാരോട് ചോദിച്ചു നോക്ക്. ഹല്ലേലൂയ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അവരുടെ ജീവിതത്തെ അവർ നയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആരോടെങ്കിലും നിങ്ങളൊന്ന് ഉപവസിക്കാൻ പറഞ്ഞു, അയ്യോ മമ്മാമേ ഉച്ച വരെ ബുദ്ധിമുട്ടാ, ഷുഗറാ, പ്രഷറാ. കാരണം കർത്തൃത്വം ഇപ്പോഴും നിങ്ങളുടെ കയ്യിലാന്നതിൻ്റെ ഒരു മാറ്റവും ഇല്ല. അത് കേൾക്കുമ്പോഴേ അറിയാം ആരാ തീരുമാനിക്കുന്നത്. ഞാൻ ഇപ്പോഴും എല്ലായിടത്തും പ്രസംഗിക്കും പറഞ്ഞു, ഞാൻ സത്യം ഹൃദയത്തിൽ നിന്ന് പറയണമെന്ന് വിചാരിക്കുന്ന ഒരാളും അങ്ങനെ തന്നെ പ്രസംഗിക്കുന്ന ഒരാളുമാണ്. എനിക്ക് കപടത ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാരണം ഇത് പറയുമ്പോൾ ഒന്നും തോന്നല്ലേ, കുറേ നാൾ കപടതയായിട്ട് നടന്ന വ്യക്തി, അതുകൊണ്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ പേരിന് പെന്തുക്കോസാരിയായിട്ട് നടന്നതാ. യഥാർത്ഥമായിട്ട് രൂപാന്തരം വന്നപ്പോൾ ഈ വാക്കൊക്കെ ഞാൻ അപ്പോഴോർത്തെ, കർത്താവെ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പം പറഞ്ഞതേ ഉള്ളായിരുന്നു, കർത്തൃത്വം കൊടുത്തിട്ടില്ലെന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനിത് തുറന്ന് നിങ്ങളോട് പറയുന്നത്. നമ്മൾ കർത്താവേ 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 എന്ന് ഒരു ദിവസം എത്ര വട്ടം പറയുന്നുണ്ട്. പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നവനെ നാളെ എൻ്റെ മോൻ്റെ ഫീസ് എങ്ങനെ കൊടുക്കും. ഞാൻ അതിനെ ഡെഫിനിഷൻ സഹിതം പറഞ്ഞതാ. കർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതിൻ്റെ അർത്ഥം ഡെഫിനിഷൻ സഹിതം ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നവനെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം എങ്ങനെ നടക്കും. നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതോറിറ്റി ഉള്ളവനെ എന്നാ. എൻ്റെ ജീവിതത്തിന്റെ അതോറിറ്റി ഉള്ള ആളോട് ഞാൻ ചോദിക്കുക, എൻ്റെ കുഞ്ഞിന്റെ കല്യാണം എപ്പോൾ നടക്കും, എൻ്റെ മിനിസ്ട്രി എപ്പോൾ ഒന്ന് വിപുലീകരിക്കും. കർത്താവ് പറയുക, നീ ആ വിളിക്കുന്ന പേരിനകത്ത് അതിനുള്ള ഉത്തരവില്ലേ? ഇല്ലേ? ആ പേരിനകത്ത് ഉത്തരവുണ്ടോ? എന്തുവാ? നിന്റെ ജീവിതത്തിന്റെ നാളെയെ നിനക്കറിയില്ല, പക്ഷെ കയ്യിലേന്തിരിക്കുന്ന കർത്താവ് പറയുക, ഞാനാണ് കർത്തൃത്വം ഏറ്റെടുത്തെങ്കിൽ നാളെയെ കുറിച്ച് വിചാരപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ. ഹല്ലേലൂയ അല്ലേ? കർത്താവിൽ ബലപ്പെടാനാ പൗലോസ് എഴുതിയത് അല്ലേ? നമ്മുടെ ദൈവത്തിന് എത്ര പേരുകളുണ്ട്? പല പേരുകളുണ്ട് അല്ലേ? ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. പിന്നെ യേശു ക്രിസ്തു, യേശു മശിഹ, യഹോവ റാഫ, ഒത്തിരി പേരുകളുണ്ട്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ചൊരു തോട്ട്, ഒരു വർഷത്തിന് മുമ്പ്, ഈ കർത്താവ് എന്നുള്ള വാക്ക് എല്ലായിടത്തും പൗലോസ് ഉപയോഗിച്ചിട്ടില്ല. ക്രിസ്തു എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെതായ പേഴ്സണലായ ഏതൊരു കാര്യം പൗലോസ് പറയുമ്പോഴും പൗലോസ് എടുത്തെഴുതും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മുടെ കർത്താവ്. അപ്പം ഞാൻ ആ വാക്യം പിന്നെ ഇരുന്ന് പഠിച്ചപ്പോൾ മനസ്സിലായി, കർത്താവ് എന്നുള്ള വാക്കിന് ഭയങ്കര ശക്തിയുണ്ട്. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന അതാ, കർത്താവിൽ ബലപ്പെടണമെങ്കിൽ കർത്താവ് ആരാന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഈ കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. എന്തുവാ? കർത്തൃത്വം നടത്തുന്നവൻ. ഞാൻ ഇതിനെക്കുറിച്ചൊരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ. എങ്കിലും ഈ വചനം എന്നോട് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ പലപ്പോഴും പലർക്കും കർത്താവിൻ്റെ വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെ കർത്താവേ 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 എന്ന് വിളിക്കുന്നവരുണ്ട്. അതുകൊണ്ട് കർത്താവ് ആരെന്ന് മനസ്സിലാക്കിയാൽ ബലപ്പെടാൻ എളുപ്പമാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നോക്കി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം ഞാൻ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 10:9 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടവരൊക്കെ ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാനിത് ഒത്തിരി സന്തോഷമുണ്ട്, ഇത്രയും പേര് രക്ഷിക്കപ്പെട്ടവർ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങളെല്ലാവരും ഒരു ഉത്തരം പറയണം. നമ്മൾക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ എന്തിൽ നിന്നാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്? പാപത്തിൽ നിന്നല്ലേ? അപ്പോൾ ഈ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് പോരെ? നമുക്കൊരു രക്ഷിതാവിനെ പോരെ? നമുക്കൊരു രക്ഷിതാവിനെ പോരെ? പക്ഷെ ഈ വാക്യത്തെ രണ്ടായിട്ട് വിഭാഗിച്ചാൽ ആദ്യം എഴുതിയിരിക്കുക, യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് നീ ഹൃദയത്തിൽ വിശ്വസിക്കണം, ഞാൻ നിന്റെ പാപത്തിനു വേണ്ടി ഞാൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്ന്. സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ, കർത്തൃത്വം കൊടുത്തു കഴിഞ്ഞാലേ രക്ഷിതാവിൻ്റെ പൊസിഷനിലേക്ക് കർത്താവിന് വരാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിലും സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ, നിങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഒരു വട്ടമെങ്കിലും പോയവരായിരിക്കും, ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ പോയവരുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഡോക്ടേഴ്സ് ഒരു കാര്യം സൈൻ ചെയ്യിപ്പിക്കും, കൺസെൻറ്റ് ഫോം അല്ലേ? അങ്ങനെയൊക്കെ സൈൻ ചെയ്തവരതിനകത്തിരിപ്പില്ലേ? ഈ കൺസെൻറ്റ് ഫോം എന്തിനാ സൈൻ ചെയ്യിപ്പിക്കുന്നത്? പുള്ളിക്ക് പണി അറിയാത്തതുകൊണ്ടാണോ? ആണോ? അല്ല.
ഡോക്ടറിന് പണി അറിയാം, ഡോക്ടറിന് സർജറി ചെയ്യാനും അറിയാം. പക്ഷെ ഡോക്ടർ ഒരു കാര്യം ആദ്യം പറയാം, എനിക്ക് എൻ്റെ പണി എന്ത് ചെയ്യണമെന്നറിയാം, പക്ഷെ ആദ്യം ഞാൻ ഈ ചെയ്യുന്ന പ്രൊസീജിയർ ഉത്തരവാദിത്തോടെ ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തോളം കാലം നിന്റെ ഒരു ഉറപ്പും കൂടെ എനിക്ക് തരണം. നീ നിന്നെ തന്നെ വിധേയപ്പെടുത്തി തരികയാ, മുഴുവൻ കർത്തൃത്വം ഈ പ്രൊസീജിയറിനെ നീ എനിക്ക് എഴുതി തരണം, എന്നാലേ ഞാൻ നിന്റെ ദേഹത്ത് കത്തിവെക്കത്തുള്ളൂ. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കൺസെന്റ് ഒപ്പുവെക്കാതെ ഒരു സർജനും സർജറി ചെയ്യത്തില്ല. സർജറി ചെയ്യുന്നത് എന്തിനാ? ജീവൻ രക്ഷിക്കാനാ, അല്ലേ? ആദ്യം കൺസെന്റ് ഒപ്പ് ചെയ്ത് നമ്മൾ കൺസെന്റ് കൊടുത്തു കഴിയുമ്പോഴേ അദ്ദേഹത്തിന് രക്ഷകന്റെ റോളിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ രക്ഷകനാവുന്നു. അപ്പോഴല്ലേ ചിലർ ഓടിച്ചെന്ന് പറഞ്ഞു, അയ്യോ ഡോക്ടറാണ് എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിച്ചത്. അപ്പൊ രക്ഷിക്കുന്ന ആളെ നമ്മൾ എന്തോ വിളിക്കുന്നത്? രക്ഷിതാവ്, അല്ലേ? ഇപ്പൊ ഇത് തന്നെ കർത്താവ് പറയുന്നത്. കർത്താവിന് ഒരു കാര്യം ആദ്യമേ അറിയാം. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ കർത്താവ് പറയാം, ആദ്യം നീ പറയേണ്ടത് എന്താണെന്നറിയോ? കർത്താവേ, യേശുവേ, അങ്ങന്റെ കർത്താവാ. അത് പറഞ്ഞിട്ട് ഞാൻ ആരാവാം? നിന്റെ പാപത്തിൽ നിന്ന് രക്ഷിച്ച രക്ഷിതാവാകാം. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വാക്യത്തിന് 2 പാർട്ടുണ്ട്. കർത്തൃത്വം തന്നു കഴിഞ്ഞാലേ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അതോറിറ്റി ഉള്ളൂ. കർത്തൃത്വം എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിൻ്റെയും കർത്തൃത്വം നടത്തുന്നവനേ കർത്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പറഞ്ഞ, യേശുവിനെ നീ ഇമ്മാനുവലായിട്ടല്ല ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടത്. എങ്ങനെയാ? കർത്താവായിട്ട്. ആ വാക്ക് എടുത്തെഴുതിയേക്ക പൗലോസ്. കാരണം ഞാനിത് പറയാൻ കാരണം, എനിക്കറിയാം ഇവിടെ വിശിഷ്ട ദേവദാസന്മാരൊക്കെ ഉണ്ട്. എന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു ഭാഗം, എൻ്റെ ജീവിതത്തിലെ കഷ്ടതയുടെ നടുവിൽ ഒരു ദിവസം കർത്താവ് എന്നോട് ചോദിച്ചു, നീ എന്നെ കർത്താവെന്ന് ഹൃദയത്തിൽ സ്വീകരിച്ച ആളാണോ? ഞാൻ പറഞ്ഞു, സ്വീകരിച്ചതാ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ വാക്കാലേ പറഞ്ഞിട്ടുള്ളായിരുന്നു. നമുക്കും അങ്ങനെ കർത്താവ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നെ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. അതായത് ഹൃദയത്തിൽ നിന്ന് വിളിക്കണം, അർത്ഥം അറിഞ്ഞ് വിളിക്കണം. നിങ്ങളൊക്കെ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കളോട് പറയണം, ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എത്ര വട്ടം കർത്താവേ എന്നുള്ള വാക്ക് പറയുന്നുണ്ടെന്ന് ഒന്ന് എണ്ണാൻ പറഞ്ഞാൽ മക്കൾ പറയും, മമ്മി ഇത്ര വട്ടം മമ്മി പറഞ്ഞെന്ന്. പക്ഷെ ഈ പറയുന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാണോ നമ്മൾ പറയുന്നത്? നമ്മൾ ഓർക്കുന്ന യേശുവിൻ്റെ ഒരു പേര്, അല്ലേ? കർത്താവ് എന്ന് പറഞ്ഞില്ലേ, ഞാൻ ക്രിസ്തു എന്ന് പറയാം, അല്ലേ? എന്ത് വേണേലും പറയാം. പക്ഷെ അല്ല, കർത്താവെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വിളിക്കണം. ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയാം, കർത്താവിൽ ബലപ്പെടാൻ എടുത്ത് പൗലോസ് അവിടെ പറയണമെങ്കിൽ പൗലോസിനറിയാം കർത്താവ് ആരാണെന്ന്. പൗലോസ് പറയാം, ഒടുവിൽ കർത്താവിൽ ബലപ്പെടണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാ, നിന്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നവനിൽ നീ ബലപ്പെടണം. ഹല്ലേലൂയ! എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുന്ന ആ സമയം തൊട്ട് അവസാന ശ്വാസം വലിക്കുന്നിടം വരെ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയുടെയും കർത്തൃത്വം ഞാൻ കർത്താവിന് കൊടുക്കുവാന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കർത്തൃത്വം ഇന്നും ആരാ ചെയ്യുന്നത്? യേശു വന്ന് പറയല്ലേ. ഞാനൊരു കാര്യം ഉറപ്പ് പറയട്ടെ, കർത്തൃത്വം യേശുവിന് വിട്ടുകൊടുത്തവർക്ക് ടെൻഷൻ കാണത്തില്ല. തുറന്ന് ഞാൻ പറയുക, അവരുടെ മുഖം എപ്പോഴും എങ്ങനെ ഇരിക്കും? ചിരിച്ചുകൊണ്ടിരിക്കും. കാരണം എന്നാന്നറിയോ? എനിക്ക് അടുത്ത നിമിഷത്തിൽ എന്താ നടക്കുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ കർത്തൃത്വം നടത്തുന്നവന്റെ കരത്തിന് പിടിച്ചുകൊണ്ട് എനിക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന്. ചുരുക്കി പറഞ്ഞാൽ, കൂടുതൽ സഹോദരിമാരായതുകൊണ്ട് ഞാൻ പറയാം, ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തുക. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു ബുദ്ധിയിൽ പറയുന്ന ഒരു കാര്യമാണ്, ഈ കർത്താവ് എന്നുള്ള വാക്കിൽ നിന്ന് ഭർത്താവ് എന്നുള്ള വാക്ക് വന്നേ. കർത്തൃത്വം നടത്തുന്നവൻ. എന്നെയൊക്കെ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മമ്മി പറഞ്ഞത്, നാളെ തൊട്ട് നീ അല്ല നിൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനമൊക്കെ എടുക്കുന്നു. നാളെ എന്ത് ചെയ്താലും ആരോട് ചോദിച്ചാൽ ചെയ്യാവുള്ളൂ. ശരിക്കും ചോദിക്കട്ടെ, കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് പിന്നെ നമ്മുടെ എല്ലാ കാര്യവും ഡിസൈഡ് ചെയ്യുന്ന ആരാ? പണ്ട് വീട്ടിൽ പോകാമായിരുന്നു, ഇപ്പം പോകാൻ പറ്റുമോ? ആരോട് അനുവാദം ചോദിക്കണം? പറ. ഭർത്താവിനോട്, അച്ഛാ ഞാൻ പൊക്കോട്ടെ, അച്ഛൻ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല. ഏത് കാര്യത്തിനും ആരോട് അനുവാദം ചോദിക്കണം? ഭർത്താവിനോട് ചോദിക്കണം. എന്തുകൊണ്ടാണ് ഈ ഭർത്താവിനോട് ചോദിക്കുന്നത്?
കാരണം പുള്ളിയെ കർത്തൃത്വം നടത്തുന്ന വീടിന്റെ അല്ലേ, വീടിന്റെ കർത്തൃത്വം നടത്തുന്നത് ഭർത്താവായതുകൊണ്ടും എൻ്റെ കർത്തൃത്വം ആർക്കാ? ഭർത്താവിനാ. അതുകൊണ്ട് എൻ്റെ ഡിസിഷൻ ആരാ എടുക്കുന്നേ? ഭർത്താവാ എടുക്കുന്നേ. അപ്പൊ കർത്തൃത്വം നടത്തുന്നയാളെ കർത്താവെന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക ജീവിതത്തിൽ നമ്മുടെ ഭർത്താക്കന്മാരെ നമ്മുടെ കർത്തൃത്വം നടത്തുന്ന ആളാ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിനും. അപ്പൊ കീഴടങ്ങാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? കർത്തൃത്വം കൊടുക്കാത്തത് കൊണ്ടാ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതേ കാര്യം ആത്മീയ ജീവിതത്തിലൂടെ ഒന്ന് വന്നേ. നമ്മുടെ കർത്തൃത്വം ശരിക്കും ആരാ തീരുമാനിക്കുന്നത്? കർത്തൃത്വം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് കടക്കാം. നിങ്ങളൊക്കെ വീട് മേടിക്കുകയോ അല്ലെങ്കിൽ താമസിച്ച് എവിടെയെങ്കിലും വീട് മേടിക്കുക അല്ലെങ്കിൽ റെന്റിന് എടുക്കുവാന്നിരിക്കട്ടെ. നമ്മുടെ വീടിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരാൾക്ക് ആ വീട് ഉണ്ട്, റെന്റിന് എടുക്കാൻ ചെല്ലുമ്പോൾ ആ വീടിന്റെ ഉടമ നിങ്ങൾക്കൊരു ഒരു ഫോം എഴുതി തരും അല്ലേ? ഇന്ന് തൊട്ട് നിങ്ങൾക്ക് വീട് തരികയാ. ശരിക്കും ആ വീടിന്റെ ഉത്തരവാദി ആരാ? അതിന്റെ ഓണർഷിപ്പ് ആ വ്യക്തിയാ. പക്ഷെ നമ്മൾക്ക് ആ ഫോം എഴുതി കഴിഞ്ഞ തൊട്ട് പിന്നെ ആ വീടിന്റെ ഉത്തരവാദിത്തം ആർക്കായി മാറുക? നമുക്കായി മാറുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ വ്യക്തി ആ വീട് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനായിരിക്കും അറേഞ്ച് ചെയ്തിട്ടേക്കുന്നത് അല്ലേ? പക്ഷെ നമ്മൾ പിന്നെ കർത്തൃത്വം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അകം പുറം മാറ്റും ഇല്ലേ? മാറ്റുവോ? അപ്പൊ കർത്തൃത്വം യേശുവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, യേശു ക്രിസ്തു ഉള്ളി വന്നിട്ടുണ്ടെങ്കിൽ അകം പുറം മാറും. കർത്തൃത്വം കൊടുക്കാത്തവരെ നമുക്ക് കണ്ടാൽ അറിയാം. അവരേത് കാര്യം പറഞ്ഞാലും പറയും ഞാനൊന്ന് ചിന്തിക്കട്ടെ. മനസ്സിലായോ? പക്ഷെ കർത്തൃത്വം കൊടുക്കുന്നവർ പറയുന്ന വാക്കിന്റെ അർത്ഥമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കട്ടെ, കർത്താവ് പറയുന്നത് പോലെ ചെയ്യാന്ന് പറയും. അവരുടനെ അടി തീരുമാനം എടുക്കത്തില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അവരെടുത്ത് ചാടി തീരുമാനം എടുക്കത്തില്ല. കല്യാണത്തിന് എടുത്ത് ചാടി തീരുമാനം എടുക്കത്തില്ല. ജോലിക്ക് എടുത്ത് ചാടി തീരുമാനം എടുക്കത്തില്ല. പുറത്തെവിടെയെങ്കിലും പോകാൻ ഒരു ചാൻസ് കിട്ടി എടുത്ത് ചാടി തീരുമാനം എടുക്കത്തില്ല. മിനിസ്ട്രിയിൽ എല്ലായിടത്തും വിളിച്ചാൽ എല്ലായിടത്തും ചാടി കയറി പോകത്തില്ല. അതിനു മുമ്പ് എന്ത് ചെയ്യും? പ്രാർത്ഥിച്ചിട്ട് ആലോചന ചോദിച്ചിട്ട് പെർമിഷൻ എടുത്തിട്ടേ ചെയ്യത്തുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം രക്ഷിക്കപ്പെട്ട ദിവസം ഞാൻ കർത്താവിന് എഴുതി കൊടുത്തു. ഇനി എൻ്റെ ജീവിതത്തെ എനിക്കൊരു ഡിസിഷനും എടുക്കാൻ പറ്റത്തില്ല. ഞാനിത് പറയാൻ കാരണം, ഞാൻ പല കുഞ്ഞുങ്ങളും അല്ലെ യുവജനങ്ങളുമായിട്ട് പല ദൈവദാസിമാരൊക്കെ എന്നെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ പലൊരു മെസ്സേജൊക്കെ കേട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് ആദ്യം ഈ ചോദ്യം ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ രക്ഷിക്കപ്പെട്ടത്. എങ്ങനെ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ മിക്കവരും പറയുന്നൊരു വാക്കാ, കർത്താവേ ഞാൻ പാപിയാ, എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചു, ഇന്ന് മുതൽ അങ്ങ് എൻ്റെ രക്ഷിതാവായി എൻ്റെ ഉള്ളിൽ വരണം. ഞാൻ പറഞ്ഞു അവിടെയാ കുഴപ്പം. കാരണം അവർക്കാരെ മതി? രക്ഷിതാവിനെ മതി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ കർത്താവിനെ, യേശുവിനെ കർത്താവെന്ന് ഭാഗം ഏറ്റു പറഞ്ഞോ? അയ്യോ അത് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാണോ പറഞ്ഞേ? ഇല്ല, വെറുതെ പറഞ്ഞതാ. പക്ഷെ കർത്തൃത്വം മനസ്സിലാക്കി കൊടുക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആ ദിവസം ഇല്ലേ, നിങ്ങളിത് പോലും അറിയാതെ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, യേശുവേ ഇന്ന് ഈ സെക്കൻഡ് തൊട്ട് ഞാനായിരുന്നു എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഡൈമെൻഷനും തീരുമാനിച്ചുകൊണ്ടിരുന്നത്, എൻ്റെ എല്ലാ തീരുമാനങ്ങളും ഞാനാ എടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ ആ കസാരയെന്ന് മാറുക, ഇന്ന് അങ്ങ് ഇവിടെ വന്നിരിക്കും, ഞാൻ എവിടെ പോകണം, ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഭാവി എല്ലാത്തിൻ്റെയും കർത്തൃത്വം അങ്ങ് ഏറ്റെടുക്കുന്നത് നമ്മൾ പറഞ്ഞ് നമ്മൾ ആ സ്ഥാനത്തു നിന്ന് ഒഴിഞ്ഞു. ഇന്ന് ഒഴിയാത്തവരുടെ ജീവിതം കണ്ടാൽ നമുക്ക് വ്യക്തമായിട്ടറിയാം. അവരുടെ വാക്കിൽ എപ്പോഴും ഒരു ഞാൻ കയറി വരും. ഞാൻ പണിത വീട്, ഞാൻ അധ്വാനിച്ചു, എൻ്റെ കൊച്ചിനെ ഞാൻ കെട്ടിച്ചു. ഈ ഞാൻ കയറി വരുമ്പോൾ ഓർത്തോണം കർത്തൃത്വം ഇന്നും ആരുടെ കയ്യിലാ? അപ്പൊ കർത്താവ് പറയും തന്നെ ചെയ്തോളാൻ പറയും. ചിലർ എൻ്റെ അടുക്ക് പറയും, സിസ്റ്റർ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് മറുപടി ഒന്നും ഇല്ലെന്ന്. പ്രശ്നം കൂടുവാ. അപ്പൊ ഈ പറഞ്ഞു വരുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ എല്ലാത്തിൻ്റെ ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഞാൻ ചോദിക്കാം ആർക്കാ കർത്തൃത്വം സാമ്പത്തികത്തിന്റെ? അത് ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യുന്നേ. സാലറി കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ ഡിസൈഡ് ചെയ്യും എങ്ങനെ ചെലവാക്കണമെന്ന്. ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്ന് ഞാൻ ഈ തിരിച്ചറിവ് വന്നോ, എൻ്റെ കർത്തൃത്വം കർത്താവിനാണ്, എല്ലാ മേഖലയിലും കർത്തൃത്വം കർത്താവാന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങി. പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത മറുപടികൾ എൻ്റെ ലൈഫിൽ വെളിപ്പെടാൻ തുടങ്ങി. ശത്രു തടഞ്ഞു വെച്ച മേഖലകളിൽ നിന്ന് ശത്രുവിനെ ഓടിച്ച് ദൈവം എനിക്ക് മറുപടികൾ എൻ്റെ കരങ്ങളിൽ കൊണ്ട് തരാൻ തുടങ്ങി.
ഒറ്റ കാര്യേ പരിശുദ്ധാത്മാ പറഞ്ഞുള്ളൂ, അക്സാ നിന്റെ പിടിവാശി നിർത്തിയിട്ട് കർത്തൃത്വം എനിക്ക് വിട്ടുതാ. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, നീ ഇന്നും നിന്റെ കുടുംബത്തിന്റെ കർത്തൃത്വം കർത്താവിനെ വിട്ടുകൊടുത്തിട്ടില്ല, തലമുറയുടെ കർത്തൃത്വം വിട്ടുകൊടുത്തിട്ടില്ല, നിന്റെ ശരീരത്തിന്റെ കർത്തൃത്വം പോലും കർത്താവിന് വിട്ടുകൊടുത്തിട്ടില്ല. ശരിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഉണ്ടോന്ന് പറ. ഇങ്ങനെ ഞാൻ വചനം ഇങ്ങനെ പഠിച്ചപ്പം അങ്ങനെ കൊടുത്തവരുടെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവാം. ആ കർത്തൃത്വം കൊടുത്തു കഴിഞ്ഞാൽ ബലപ്പെടാൻ എളുപ്പപ്പെടും. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പൊ ഒരു ആന്റി ആരെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയാം, സിസ്റ്റർ ഞാൻ ഭയങ്കര സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല, കോടിക്കണക്കിന് രൂപ എനിക്ക് കടമുണ്ടെന്ന് പറയുക. ഞാൻ പറയാം, വിഷമിക്കണ്ട, ഞാനില്ലേ കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിഷമം മാറി പോവിടുന്ന് പോവും. അങ്ങനെ പോകുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഞാൻ പറയുക, ഒരു ടെൻഷനും വേണ്ട, ബി സ്ട്രോങ്, ഞാനല്ലേ കൂടെ. നിങ്ങളിൽ എത്ര പേര് പോവും സന്തോഷത്തോടെ? അയ്യോ അക്സസ് സിസ്റ്റർ എൻ്റെ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, പോവോ? പിന്നെ ഇപ്പം ഞാൻ പറയും, എന്നിൽ ബലപ്പെട്, ബി സ്ട്രോങ്, ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്നിൽ ബലപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും പോവോ? പോകും. എപ്പോഴാന്ന് പറയട്ടെ, ചിലപ്പം സിസി ആൻറ്റിയോട് ചോദിക്കും, എത്ര ഏക്കറിൻ്റെ സ്ഥലമുണ്ട്, എത്ര രൂപ ആ കൊച്ചിന് ബാലൻസ് ഉണ്ട്, ആ കൊച്ചിന് വല്ല ജോലിയും ഉണ്ടോ? ഇല്ലേ? എന്നെ ഒന്ന് നിങ്ങളെന്ന് അന്വേഷിക്കത്തില്ലേ? അപ്പൊ സിസി ആൻറ്റി പറയും, അയ്യോ ബില്യനെയറാ, കോടിക്കണക്കിനാ സ്വത്ത്, ഇഷ്ടം പോലെ ബാങ്ക് ബാലൻസ് ഉണ്ട്. അപ്പൊ ഒരു ചെറിയൊരു സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ വരും. ആ വെറുതെ അല്ല ആ കൊച്ച് പറഞ്ഞത്, വല്ലോം ചെയ്യുമായിരിക്കും. ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെ ഒത്തിരി പേരിൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ലേ? പക്ഷെ ലാസ്റ്റ് എന്താ സംഭവിച്ചേ? ഏതെങ്കിലും കോടീശ്വരരെ രക്ഷിക്കാൻ വന്നോ? പക്ഷേ അങ്ങനെ ഒരാളാണോ ഇവിടെ പറഞ്ഞേ കർത്താവിൽ ബലപ്പെടാൻ? ആണോ പറഞ്ഞേ? അങ്ങനെ ആരെങ്കിലും ആണോ പറഞ്ഞേ കർത്താവിൽ ബലപ്പെടാൻ? പക്ഷെ പൗലോസ് പറയാം, കർത്താവിൽ ബലപ്പെടാൻ പറഞ്ഞെങ്കിൽ പൗലോസ് പറയുന്നതിന്റെ ഉറപ്പെന്നറിയോ? സകലത്തെയും ഒരു വാക്കുകൊണ്ടുള്ള വാക്യവൻ എൻ്റെ ദൈവം. ആ ദൈവത്തിൽ കർത്തൃത്വം കൊടുത്തവനിൽ നിങ്ങൾ ബലപ്പെടാനാ കർത്താവ് പറയുന്നത്. പൗലോസ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്, ആ കർത്താവിൽ ബലപ്പെടുന്നവർക്ക് ജീവിതത്തിൽ ഏതു പ്രതിസന്ധി വന്നാലും ചഞ്ചലിക്കാതെ നിൽക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബലപ്പെടണമെങ്കിൽ ആരിൽ ബലപ്പെടുന്നു എന്ന് നമ്മൾ അറിയണം. ആരിൽ ബലപ്പെടുന്നു എന്ന് അറിഞ്ഞാലേ അടുത്ത ചുവട് എടുത്തു വെക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് ബലമില്ലാതെ ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ കർത്താവ് പറയുക, മോളെ നിന്റെ കർത്തൃത്വം എനിക്ക് താ, ഇതുവരെ തന്നിട്ടില്ല, തന്നുവെന്ന് വാഗൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ അത് ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു പ്രാർത്ഥനയല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ ഞങ്ങൾ അത് ചെയ്തു, കർത്താവേ ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞ അവസാന നാളുകളിൽ ഒത്തിരി പേര് വരുമെന്ന് ഇല്ലേ? എന്തുകൊണ്ട്? അവിടെയും കർത്താവ് ഉദ്ദേശിച്ച വാക്കതാ, കർത്താവേ എന്നാ. ആണോ? ഇനി ഒരു വാക്കുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ വാക്യം വളരെ ഡീപ്പായിട്ട് പഠിച്ചപ്പം. കർത്താവിന്റെ നാൾ വരുമ്പോൾ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും എന്തു പറയൂന്നാ പറഞ്ഞേ? എല്ലാ നാവും എന്തു പറയൂന്നാ പറഞ്ഞേ? യേശു മാത്രം. ഈ ലോകത്തിലുള്ള അംബാനി ആയിക്കൊള്ളട്ടെ, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ബില്യനർ ആയിക്കോട്ടെ, അവരുടെ കർത്തൃത്വം അവരുടെ കയ്യിലാന്ന് അവരുടെ വിചാരം, സാമ്രാജ്യം അവരാ പിടിക്കുന്നെന്നാ പറയുന്നത്. എന്നാൽ ഒരു നിമിഷം വരുന്നുണ്ട്, കർത്തൃത്വം ഞങ്ങളുടെ കർത്താവിനാന്ന് പറയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. യേശു മാത്രം ഞങ്ങളുടെ അതോറിറ്റി. അവിടെ എല്ലാ മുഴങ്കാലും അടങ്ങും, എല്ലാ നാവും പറഞ്ഞു ഇരിക്കും. ഇല്ലേ? ഇന്ന് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോന്ന് എൻ്റെ ചോദ്യം. നമ്മൾ പറയണം. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ രക്ഷിക്കപ്പെടുമ്പോൾ ഉറപ്പ് വരുത്തണം, മോനെ കർത്തൃത്വം കൊടുത്തു കഴിഞ്ഞ് ജീവിതം മാറുള്ളൂന്ന്. അല്ലാതെ വെറുതെ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഓടിച്ചെന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയല്ല രക്ഷയുടെ പ്രാർത്ഥന. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് പറ, എന്നാ പറയാം, ഹൃദയത്തിൽ വിശ്വസിക്കാം, ഞാൻ വിശ്വസിക്കാം, പക്ഷെ ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തു വരണം. അവിടെ അടുത്തൊരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, 12-ാമത്തെ വാക്യത്തിൽ, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. അപ്പൊ ജീവിതത്തിന്റെ ശൂന്യതയിൽ നമുക്ക് തരാൻ സമ്പന്നതയുള്ള വ്യക്തി ആരാണ്? കർത്താവ്. അടുത്തൊരു വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, 13, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അടുത്തെന്താ പറഞ്ഞേ? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? നമ്മൾ ആ കാറ്റഗറിയിലുള്ളവരാ. ഇവിടെ എത്ര പേരോട് ഞാൻ ചോദിക്കുക, നിങ്ങൾ ആരും കൈ പൊക്കണ്ട. ഞാൻ എപ്പോഴും എല്ലായിടത്തും പ്രസംഗിക്കും പറഞ്ഞു, ഞാൻ സത്യ ഹൃദയത്തിൽ നിന്ന് പറയണമെന്ന് വിചാരിക്കുന്ന ഒരാളും അങ്ങനെ തന്നെ പ്രസംഗിക്കുന്ന ഒരാളുമാണ്. എനിക്ക് കപടത ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാരണം ഇത് പറയുമ്പോൾ ഒന്നും തോന്നല്ലേ, കുറെ നാൾ കപടതയായിട്ട് നടന്ന വ്യക്തി, അതുകൊണ്ടാണ് കേട്ടോ.
എന്ന് വെച്ചാൽ പേരിന് പെന്തുക്കോസാരിയായിട്ട് നടന്നതാ. യഥാർത്ഥമായിട്ട് രൂപാന്തരം വന്നപ്പോൾ ഈ വാക്കൊക്കെ ഞാൻ അപ്പോഴോർത്തെ, കർത്താവെ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പം പറഞ്ഞതേ ഉള്ളായിരുന്നു, കർത്തൃത്വം കൊടുത്തിട്ടില്ലെന്നൊക്കെ മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനിത് തുറന്ന് നിങ്ങളോട് പറയുന്നത്. നമ്മൾ കർത്താവേ 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 എന്ന് ഒരു ദിവസം എത്ര വട്ടം പറയുന്നുണ്ട്. പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നവനെ നാളെ എൻ്റെ മോൻ്റെ ഫീസ് എങ്ങനെ കൊടുക്കും? ഞാൻ അതിനെ ഡെഫിനിഷൻ സഹിതം പറഞ്ഞതാ. കർത്താവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതിൻ്റെ അർത്ഥം ഡെഫിനിഷൻ സഹിതം ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നവനെ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം എങ്ങനെ നടക്കും? നമ്മൾ വിളിക്കുന്ന പേരെന്താ? അതോറിറ്റി ഉള്ളവനെ എന്നാ. എൻ്റെ ജീവിതത്തിന്റെ അതോറിറ്റി ഉള്ള ആളോട് ഞാൻ ചോദിക്കുക, എൻ്റെ കുഞ്ഞിന്റെ കല്യാണം എപ്പോൾ നടക്കും? എൻ്റെ മിനിസ്ട്രി എപ്പോ ഒന്ന് വിപുലീകരിക്കും? കർത്താവ് പറയുക, നീ ആ വിളിക്കുന്ന പേരിനകത്ത് അതിനുള്ള ഉത്തരവില്ലേ? ഇല്ലേ? ആ പേരിനകത്ത് ഉത്തരവുണ്ടോ? എന്തുവാ? നിന്റെ ജീവിതത്തിന്റെ നാളെയെ നിനക്കറിയില്ല, പക്ഷെ കയ്യിലേന്തിരിക്കുന്ന കർത്താവ് പറയുക, ഞാനാണ് കർത്തൃത്വം ഏറ്റെടുത്തെങ്കിൽ നാളെയെ കുറിച്ച് വിചാരപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ. ഹല്ലേലൂയ. ഞാൻ ഒരമ്മയായി കഴിഞ്ഞപ്പോഴാ ഈ ബൈബിളിലെ പല വാക്യങ്ങളുടെയും ആഴമേറിയ അർത്ഥം എനിക്ക് മനസ്സിലായത്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നെഴുങ്കിഴി പാർക്കുകയും ഒക്കെ നമ്മൾ വാക്യം പറയും. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരമ്മയായി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ വലിയ പട്ടിയൊക്കെ ഓടി വരുവാണെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഓടി കയറി അപ്പൻ്റെ തോളയിലോട്ടം കയറും. ഓടി വരുന്നിടം വരെ ഭയങ്കര ഭയമാ മുഖത്ത്. പക്ഷെ അപ്പൻ്റെ കയ്യിലോട്ട് കയറി ഇരുന്ന് കഴിഞ്ഞിട്ടൊരു നോട്ടമുണ്ട് പട്ടിയെ. എന്നാ ഗമയാന്നറിയോ? ഇങ്ങോട്ട് വാടാ കാണിച്ചു തരാമെന്നുള്ള ഇരിപ്പാ. പക്ഷെ അവനെ ഇപ്പൊ താഴോട്ട് നിർത്തിയാൽ അവന് പട്ടിയായിട്ട് മസിൽ പിടിക്കാൻ പറ്റുമോ? അപ്പോൾ ദയനീയമായിട്ട് വീണ്ടും അപ്പനെ നോക്കും അല്ലേ? പക്ഷെ അപ്പൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചിന്റെ മുഖത്ത് ഭയങ്കര ഒരു ധൈര്യ. പട്ടിയല്ല, ഇനി എന്ത് വന്നാലും എടാ ഞാൻ അപ്പൻ്റെ കയ്യിലാ. കർത്തൃത്വം, എൻ്റെ കർത്തൃത്വം ഉള്ളവന്റെ കയ്യിലായിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കണം നമ്മൾ പിശാചിനെ നോക്കേണ്ടത്. ഭീരുത്വമായിട്ടല്ല. എൻ്റെ ലൈഫിന്റെ കർത്തൃത്വം നടത്തുന്നയാള് എൻ്റെ കരത്തിന് പിടിച്ചത് കൊണ്ട്, ഞാൻ അവന്റെ മറവിൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ അപ്പൻ്റെ കൈ വിട്ട് നടന്നാ പേടി വരും. അപ്പം കൂടെ ഇല്ലാത്തവർക്ക് ഭയം വരുന്നത്. അതുകൊണ്ട് പൗലോസിന് ഞാൻ പലപ്പോഴും ഓർത്തുന്നുണ്ട്, ദൈവമേ പൗലോസിന് ഒരു ഭയവും ഇല്ലേ? എത്ര ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്നിട്ടുണ്ട് ഇല്ലേ? ഏത് പ്രതിസന്ധിയുടെ നടുവിലും പൗലോസ് പറയുന്ന വാക്ക് കേട്ടാ നമ്മൾ ഓർക്ക്, ഇത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഒരടി കിട്ടിയ മിനിസ്ട്രി ഇട്ടിട്ട് ഓടിപ്പോവും. ഇത് എത്ര വട്ടം അടി കൊണ്ടെന്ന് എഴുതിയേക്കുന്നേ? എല്ലാം കിട്ടിയാലും പൗലോസിനൊരു ഉറപ്പുണ്ട്, ഇതല്ല അവസാനം. ചിലത് ഇനിയും ചെയ്യാനുണ്ട്. ചിലത് അവസാനിച്ചു എന്ന് നമ്മൾ നിർണയിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? കർത്തൃത്വം കൊടുക്കാത്തത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. ജീവിതത്തിന്റെ കർത്തൃത്വം കർത്താവിനെ നിങ്ങൾ ഏൽപ്പിക്കണം. അങ്ങനെ ഏൽപ്പിച്ച് കുറച്ചു പേരെ ഒന്ന് പരിചയപ്പെടുത്തും. അതിനു മുമ്പ് ഈ വാക്യം ഞാനൊന്ന് വായിച്ചപ്പോൾ അതിനകത്ത് ആംപ്ലിഫൈഡ് വേർഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. കർത്താവിൽ ബലപ്പെടണം. ഈ കർത്താവിൽ ബലപ്പെടാൻ പറയുമ്പോൾ കർത്താവിൽ വസിക്കുന്നവർക്കേ കർത്താവിൽ ബലപ്പെടാൻ പറ്റത്തുള്ളൂ. ഈ ഞായറാഴ്ച മാത്രം വസിക്കുന്നവരുണ്ട്. ഈ ഞായറാഴ്ച മാത്രം വസിക്കുന്നവർക്കും തിങ്കൾ തൊട്ട് ശനി വരെ ഉണ്ടാ പ്രശ്നം. എപ്പോഴും ഫോൺ കോൾ ആയിരിക്കും പാസ്റ്റർ ആൻറ്റിക്ക്. കാരണം പാസ്റ്റർ ആൻറ്റി കർത്താവിൽ വസിക്കുന്ന ആളാണല്ലോ. അപ്പോൾ വിളിച്ചു പറയും, ആൻറ്റി കൊച്ചിൻ്റെ കാര്യം, ആൻറ്റി ഭർത്താവിൻ്റെ കാര്യം, ആൻറ്റി എൻ്റെ രോഗം. പ്രാർത്ഥനാ വിഷയങ്ങൾ പറയരുതെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ പറയുമ്പോഴും വാ തുറന്ന് പോസിറ്റീവായിട്ട് അതിനെ പറയണം. ആൻറ്റി ഞാൻ ഇന്ന വിഷയത്തിൽ ഭാരപ്പെടും, പക്ഷെ എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആൻറ്റിയുടെ പ്രാർത്ഥനാ സപ്പോർട്ട് എനിക്ക് വേണമെന്ന് പറയണം. പക്ഷെ അവർ എന്നെ കുറേ പേര് വിളിക്കും പറഞ്ഞൊരു കാര്യം, എൻ്റെ മോളെ എനിക്ക് ഈ ലോകത്ത് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാ. അവിടെ തന്നെ തെറ്റി. യേശുവിന് ഹൃദയം കൊടുത്ത ദിവസം കർത്താവ് ഉള്ളി വന്ന് എന്ത് ചെയ്യുവാന്നാ പറഞ്ഞേ? വസിക്കുവാന്നാ പറഞ്ഞേ. ഉള്ളിൽ യേശുവിനെ വെച്ചിട്ട് പറയാ എനിക്ക് ആരുമില്ലെന്ന്. അതിന്റെ അർത്ഥം നിങ്ങൾ യേശുവിനെ തള്ളി പുറത്താക്കി. പണ്ടൊക്കെ നമ്മുടെ വീടുകളുടെ വാതിക്കൽ ഇപ്പൊ ഇല്ല കേട്ടോ, ഇപ്പൊ എല്ലാവരും ആ വാക്യമൊക്കെ ഇടുന്നു മാറ്റി. വീടിന്റെ ഡോറിന്റെ വാതിക്കൽ ഒരു വാക്യം ഉണ്ടായിരുന്നു, യേശു ഈ വീടിന്റെ, ക്രിസ്തു വീടിന്റെ നായകൻ.
ഞാനിപ്പം നമ്മുടെ വാക്യത്തിലേക്ക് അതിനെ ഒന്ന് കൊണ്ടുവരാം. യേശു കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം നടത്തുന്നവൻ. എന്നിട്ട് ഡോർ അങ്ങ് അടയ്ക്കും. അപ്പം കർത്താവ് എവിടാ? ആ ഡോറെ വെക്കുക. ഇഷ്ടമാണ്, നമുക്ക് പറയാൻ എളുപ്പമാണ്, കർത്താവാണ് ഈ വീടിൻ്റെ നായകൻ. പക്ഷെ ശരിക്കും കർത്താവ് എവിടാ ഇപ്പം? ഡിസിഷൻ എടുക്കാൻ നേരത്ത് നമ്മൾ ഈ ഡോർ അങ്ങ് അടയ്ക്കും അല്ലേ? നമ്മൾ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? റൂമിനകത്ത് കയറി ഡോറൊക്കെ അടച്ച് അല്ലേ? നമ്മൾ ഒരുമിച്ച് അല്ലെ, ഭാര്യയും ഭർത്താവൊക്കെ ഒരുമിച്ചിരുന്ന തീരുമാനം എടുക്കുന്നത്. സത്യമായ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഡോർ അങ്ങ് അടയ്ക്കും. ഏത് ഡോറാ? കർത്താവേ കുറച്ചു നേരം പുറത്തിരിക്കും, ഞാൻ അകത്തുനിന്ന് കുറച്ച് തീരുമാനം എടുത്തിട്ട് പുറത്ത് വന്ന് ആരെ അറിയിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ശരിക്കും അതല്ലേ? കർത്താവേ എൻ്റെ മോൾക്ക് ഇന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണം, കർത്താവേ എൻ്റെ മോൾ ഇന്ന വ്യക്തിയായിട്ട് കല്യാണം കഴിക്കണം, എൻ്റെ ഭാവി ഇങ്ങനെ ആവണം. നമ്മൾ ശരിക്കും കർത്താവിനെ കർത്തൃത്വം പഠിപ്പിക്കുന്നവരല്ലേ? പക്ഷെ കർത്തൃത്വം കൊടുത്തവരുടെ പ്രാർത്ഥന എങ്ങനെയാന്ന് ഞാൻ പറയട്ടെ. പൗലോസിന്റെ പല പ്രാർത്ഥനയ്ക്കകത്തും അതുണ്ട്. എങ്ങനെ കർത്തൃത്വം കൊടുത്തവരുടെ പ്രാർത്ഥന? പറ. കർത്താവേ അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറണം. ആ ഹിതത്തിന്റെ പ്രത്യേകത എന്നറിയോ? നിനക്ക് നിന്റെ നാളെയെക്കുറിച്ച് അറിയത്തില്ല, നാളെ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് അറിയത്തില്ല. ചിലപ്പോൾ കർത്താവ് അതിനെ തടഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ കർത്താവ് ഉത്തരം തന്നെന്നില്ലെന്ന് വരും. ഹല്ലേലൂയ. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഒരു ഉറപ്പുണ്ട്, കർത്തൃത്വം നടത്തുന്നവനാ നോ പറഞ്ഞത്. നാളെയെക്കുറിച്ച് എനിക്ക് വിചാരപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. കുറച്ച് വ്യക്തികളെ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം ബൈബിളിൽ നിന്ന്. പെട്ടെന്ന് നമുക്ക് ഓടിപ്പോം. യേശുവിനെ കർത്താവെന്ന് പറഞ്ഞതിൽ ഞാൻ 2 ശിഷ്യന്മാരെ, ബാക്കി സ്ത്രീകളെ എടുത്തിരിക്കുന്നത് കേട്ടോ. 2 ഉണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ ബലഹീന പാത്രം, ഞങ്ങൾക്ക് സ്ത്രീകളെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു ബലമൊക്കെ ഉണ്ട്. യെസ്. തോമസ്. നമ്മളെല്ലാം തോമസിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറഞ്ഞ വാക്കെന്നാ? പറ, സത്യം പറ. വിശ്വാസി. അതാണ് കേരളീയർ എടുത്തിരിക്കുന്ന ഒരു എക്സ്ക്യൂസ്. തോമസ് വന്നത് കൊണ്ട് ഞങ്ങളും ആരായി? ഞങ്ങൾക്ക് ചെറിയൊക്കെ അവിശ്വാസം ഉണ്ട്. പക്ഷെ എനിക്ക് തോമസിൻ്റെ ഒരു പ്രാർത്ഥന ഭയങ്കര, ഒരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചു. ഈ വാക്ക് പഠിച്ചപ്പം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, യോഹന്നാന്റെ സുവിശേഷം 20:28. തോമസ് അവനോട് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നൊരു പ്രാർത്ഥന. അത് എപ്പോഴാണ് പ്രാർത്ഥിച്ചെന്നറിയാവോ? പുള്ളി ഭയങ്കര സംശയരോഗിയാണ്. ഇത്രയും അത്ഭുതം കണ്ടിട്ടും അടയാളം കണ്ടിട്ടും കർത്താവേ 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 എന്ന് വിളിച്ചോണ്ടാ പുറകെ നടക്കുന്നേ. പക്ഷെ പുള്ളിക്ക് എന്തില്ലെന്നറിയോ? കർത്താവിൽ ബലമില്ല, കർത്താവിൽ ബലപ്പെടാൻ പറ്റുന്നില്ല. കർത്താവിൽ നമ്മളെന്താ പറഞ്ഞു, നമ്മൾ തന്നെ, ഞാനെന്ന് പറഞ്ഞു, ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്താൽ മതി. നമ്മുടെ പേര് വിശ്വാസികളെന്നാണ്, പക്ഷെ ശരിക്കും നമുക്ക് വിശ്വാസം ഉണ്ടോ? ഞാൻ എല്ലായിടത്തും പറയുന്നൊരു എക്സാമ്പിൾ ആണേ. എന്നാലും ഒന്നുകൂടെ ഞാൻ പറയാം, കേൾക്കുന്നവർക്ക് അരോചകം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, കേൾക്കാത്തവർക്ക് വേണ്ടി പറയുക. ഈ വിശ്വാസി എന്നുള്ള പേര് എന്തുകൊണ്ടാണ് നമുക്ക് വന്നത്? നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ. വാട്ടർ ബോട്ടിലിൽ നിന്ന് എന്തുകൊണ്ട് ഇതിന് പേര് വന്നേ? ഇതിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ടാ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഈ വെള്ളം തീർന്നാൽ ഇതിനെ ഞാൻ എന്താ വിളിക്കുന്നത്? വാട്ടർ ബോട്ടിൽ എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു അനുഭവം പറയാം. ഈ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴേ ചിലർ നമുക്ക് പെർഫ്യൂംസ് കൊണ്ടുതരും. പെർഫ്യൂം. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒരു പെർഫ്യൂമൊക്കെ കൊണ്ടു തന്നാൽ അതിൻ്റെ ഇൻചാർജ് എൻ്റെ പപ്പായ. വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അപ്പം ഇച്ചിരി ഒന്ന് അടിച്ചു തരും. കാരണം അത് പെട്ടെന്ന് തീർന്നു പോയാൽ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല കൊണ്ടുതരാൻ. അതുകൊണ്ട് അത് ഭയങ്കര ട്രഷറായിട്ട് യൂസ് ചെയ്യുന്നു. ഇപ്പം ഈ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന പെർഫ്യൂം ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയാണ് കാണാൻ. ആ ബോട്ടിൽ കളയാൻ, ചുമ്മാ ബോട്ടിലല്ല, നല്ല ആർട്ട് വർക്കൊക്കെ കാണും ഒത്തയിൽ. കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ഗൾഫിലൊക്കെ ഉള്ളവർ അറിയാമല്ലോ അല്ലേ? ഇവിടെ ആരും പെർഫ്യൂം ഉപയോഗിക്കാറില്ലേ? കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മസിൽ പിടിച്ചിരിക്കല്ലേ, ഒന്ന് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുക. ഈ പെർഫ്യൂം ബോട്ടിലിനകത്ത് പെർഫ്യൂം ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ പേരെന്താ? പെർഫ്യൂം ബോട്ടിൽ. പക്ഷെ ഈ അടിച്ചടിച്ച് ഇത് ഒരു ദിവസം എന്ത് ചെയ്യും? തീർന്നു കഴിയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഞങ്ങളുടെ കാര്യം, നിങ്ങൾ ആരുമല്ല, ഞങ്ങൾ കോട്ടയംകാർ. ഓക്കെ, ഞാൻ ഈ ബോട്ടിൽ കളയത്തില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഷോക്കേസിൽ വെക്കും. കാരണം അത് കളയാൻ തോന്നുന്നു. കണ്ടാ ഇത് പെർഫ്യൂം ബോട്ടിലാന്ന് പറയത്തില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഇതിനെ എടുത്ത് എവിടെ വെക്കും? ഷോക്കേസിൽ വെക്കും. അപ്പം ആരെങ്കിലും അതിലേക്കൂടെ പോയാൽ, അയ്യോ മോളെ ഇത് എവിടെ നിന്ന് മേടിച്ച്, കാണാൻ കൊള്ളാമല്ലെന്ന് പറഞ്ഞാൽ പറയും, ആൻറ്റി ആരോടും പറയേണ്ടത് പെർഫ്യൂം ബോട്ടിലാന്ന് പറയും. അപ്പം ആൻറ്റി ചോദിക്കോ, അയ്യോ എന്നാ മോളെ ഇന്ന് ഇച്ചിരി അടിച്ചേന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? സോറി ആൻറ്റി, തീർന്നുപോയി. ഞാൻ ഈ എക്സാമ്പിൾ പറയാൻ കാരണം, നമ്മുടെ എല്ലാ പേര് വിശ്വാസികളെന്നാണ്.
ഒരിക്കൽ ആയിരുന്നു ഇറങ്ങിയപ്പം, രക്ഷിക്കപ്പെട്ടപ്പം അയ്യോ എന്നോ വിശ്വാസമായിരുന്നു, നിറഞ്ഞു തുളുമ്പിയിരിക്കുക. ഒരു പ്രശ്നം വന്നാൽ ആദ്യം ഞെക്കിയാൽ എന്ത് വരും എന്നറിയോ? ഒരു പേടിയില്ല. രക്ഷിക്കപ്പെട്ട നാളിലെ ഏത് പാട്ടായിരുന്നു പാടിക്കൊണ്ടിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ജീവൻ വെച്ചിടും രക്ഷകനായി. ഇന്ന് ആ പാട്ടൊന്ന് പാടാവോ? ഇപ്പൊ ഒരാൾ ഇവിടെ തോക്കുമായിട്ട് വന്നിട്ട് ക്രിസ്ത്യാനികളായവരെ കൈവെക്കാൻ പറഞ്ഞ നമ്മൾ തന്നെ ചോദിച്ചു, ഞാൻ കൈവെക്കും, നമ്മൾ തന്നെ ചോദിച്ചാൽ മതി. വിശ്വാസം ഉണ്ടോ? ഒരു പനി വരുമ്പോൾ വിശ്വാസം ഇല്ല, നമുക്ക് അവിശ്വാസമായി എന്ന് വരുന്നേ. അപ്പൊ പ്രതികൂലങ്ങൾ വരുമ്പോൾ ഉണ്ടോ എന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മളിത് ഉപയോഗിച്ച് പതുക്കെ 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 തീർന്നു. പക്ഷേ നമ്മളെ ആരും എടുത്ത് കളയുന്നില്ല, പകരം ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്. ചർച്ചിൽ വന്നിരിക്കും, നല്ല ഭംഗിയുള്ള സാരി എടുത്ത്, ആ ചെയർ എം ടി ആവത്തില്ല. പക്ഷെ വാ തുറന്നാ കാറ്റേ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ എന്താ? പണ്ട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? വിശ്വാസം. എന്തോ പറയുന്നേ? എൻ്റെ കർത്താവ് എന്നെ കൈവിടത്തില്ല സിസ്റ്ററെ, എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ അപ്പച്ചമാരുടെ അമ്മച്ചിമാരുടെ കാലം എടുത്താൽ മതി, ഇല്ലേ? അവരാരെങ്കിലും പിന്തിരിഞ്ഞു പോയോ? പക്ഷെ ഇന്ന് നമ്മൾ പറയുന്ന വാക്കെന്താ? കാറ്റാ വരുന്നേ. കാറ്റ് മാത്രമേ വരത്തുള്ളൂ. കാറ്റിൻ്റെ കൂടെ പിന്നെ കുറച്ച് മണം വെള്ളം വന്നാലേ ഉള്ളൂ. ഒരു തരി പെർഫ്യൂം അതിനകത്തൊന്ന് പുറത്ത് വരത്തില്ല. വരും, ഒന്നും കൂടെ നിറയണം. അതിന് എവിടെ പോകണമെന്നറിയോ? നിറയ്ക്കുന്നവന്റെ അടുക്ക ചെല്ലണം. ഈ വചനത്തിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്, വിശ്വാസം കേൾവിയാൽ വരുന്നെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വാസം കേൾക്കണം, അനേകരുടെ അനുഭവങ്ങൾ കേൾക്കണം. അല്ലെങ്കിൽ വിശ്വാസ വീരന്മാരെ കുറിച്ച് വായിക്കണം. ആ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. പണ്ട് കാലങ്ങളിൽ ചെയ്ത ദൈവം ഇന്നും ജീവിക്കുന്നെന്ന്. ഞാൻ ഈ ഇടയ്ക്ക് ഒരാളൊരു തിയോളജി പറയുന്നത് കേട്ടു, പണ്ട് നടന്നു ഇനി നടക്കത്തില്ലെന്ന്. പണ്ട് നടന്നു ഇന്ന് നടക്കത്തില്ലെന്ന്. നടക്കും. ഹല്ലേലൂയ. ഇവിടെ തോമസ് പറയുക, എന്റെ കർത്താവും. എനിക്ക് ആ കാര്യത്തിൽ തോമസിനോട് ഭയങ്കര, ഇതുവരെ ഈ വാക്യം വായിക്കുന്നതിന് വരെ തോമസ് എന്ന് പറയുമ്പോൾ തോമസിനെ കുറിച്ച് പ്രസംഗിക്കുന്നതൊന്നും ഞാൻ അധികം കേട്ടിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടം പത്രോസിനെ പൗലോസിനെയും ഒക്കെയാ. പക്ഷെ ഇത് പറഞ്ഞതിന് ശേഷം എനിക്ക് തോമസിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം തോമസ് ധൈര്യത്തോടെ പറഞ്ഞു, കൈയിട്ട് നോക്കി കർത്താവ് ജീവിച്ചു എന്ന് ഉറപ്പ് വന്നപ്പോൾ പറയാ, ഓ എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവേ. കൺഫഷൻ നടത്തിയപ്പോൾ തോമസിന്റെ മേൽ ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്താവ് എന്നുള്ള വിളി കേട്ടപ്പം കർത്താവിന് മനസ്സിലായി, ഇതുവരെയുള്ള തോമസ് അല്ല, അവൻ ഉറപ്പ് വന്നു, എനിക്ക് അവനെ പലയിടങ്ങളിൽ അയക്കാൻ പറ്റും. അതുകൊണ്ടാണ് കേരളത്തിലും സുവിശേഷം വന്നത്. ഇന്ന് പകൽക്കാലം കർത്തൃത്വം കർത്താവിന് കൊടുത്താൽ, കർത്താവേ എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഇന്ന് തൊട്ട് വിളിച്ചാൽ കർത്താവ് പറയുക, എനിക്ക് ചിലത് നിന്നെ ഏൽപ്പിക്കാനുണ്ട്. നിന്റെ വിശ്വാസ ജീവിതത്തിന്റെ കർത്തൃത്വം നീ എനിക്ക് തരണം. അന്ന് ശരിക്കും തോമസ് യേശുവിനെ ഏൽപ്പിച്ചത് എന്താണെന്നറിയോ? തൻ്റെ സ്പിരിച്വൽ ലൈഫിന്റെ കർത്തൃത്വം, ആത്മീക ജീവിതത്തിന്റെ കർത്തൃത്വം. കർത്താവ് എനിക്ക് ഇച്ചിരി അവിശ്വാസമൊക്കെ ഉണ്ട്, ഞാൻ തൊട്ടാലൊക്കെ വിശ്വസിക്കത്തുള്ളൂ, പക്ഷെ അങ്ങന്റെ കർത്താവ്. അതിന്റെ അർത്ഥം എന്നാ? ഇന്ന് ഞാൻ ആ ഏരിയയുടെ കർത്തൃത്വം ആർക്ക് തരുക? ഇന്നത്തെ ആദ്യത്തെ ദൂത്, നിന്റെ ആത്മീക ജീവിതത്തിന്റെ കർത്തൃത്വം കർത്താവിന് കൊടുക്കണം. കർത്താവേ, എനിക്ക് അവിശ്വാസം ഉണ്ട് കർത്താവേ. എനിക്ക് എപ്പോഴും വചനമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, പക്ഷെ ഈ ചർച്ച വിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്തുവാ? ഡൗട്ടാ. പക്ഷെ ഇന്ന് ആ കർത്തൃത്വം ഞാൻ ആർക്ക് കൊടുക്കുക? കർത്താവിന് തരിക. കർത്താവ് ആ സ്ഥാനം ഒന്ന് ഏറ്റെടുക്കാമോ? ആ ഏരിയയുടെ അതോറിറ്റി ഞാൻ അങ്ങേ കേൾപ്പിക്കുകയാ. എൻ്റെ ആത്മീക ജീവിതത്തിന്റെ കർത്തൃത്വത്തെ അപ്പന് തരിക. അപ്പ ആ ഏരിയയിൽ എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? രണ്ടാമത്തെ വ്യക്തിയാണ് പത്രോസ്. പത്രോസ് എവിടാ കർത്താവേ എന്ന് പറയുന്നതെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു അധ്യായമാണ് മത്തായി 14:30. ഈ ഭാഗം ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ഞാൻ പറയുന്നതിനോട് എത്ര പേര് യോജിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ വചനം പഠിച്ചപ്പം ഞാൻ പലരോടും പറയും, യേശു സ്നാനപ്പെടുത്തിയിട്ടില്ലെന്ന് വചനം പറയുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വാസത്താ പറയുന്ന ആത്മീകമായെങ്കിലും കർത്താവ് ശരിക്കും സ്നാനപ്പെടുത്തിയ ഏക ശിഷ്യൻ എനിക്ക് തോന്നുന്നു പത്രോസാണ്. നിങ്ങൾ എന്നോട് എവിടെ യേശു പത്രോസിനെ സ്നാനപ്പെടുത്തിയത്? മത്തായി 14. രക്ഷ സ്നാനമല്ല ഒരു ദിവസം നടന്ന ദിവസമായിരുന്നത്. കാരണം അവിടെ ഒരു വാക്യമുണ്ട്. നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഭാഗം ഒന്ന് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. കടലിൽ കൂടെ അവർ യാത്ര തിരിക്കുമ്പോൾ തിരമാലകളൊക്കെ അടിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാം ഭയപ്പെടുക. അപ്പൊ പത്രോസ് നോക്കിയപ്പോൾ യേശു നടന്നു വരിക. പത്രോസ് ഇല്ലല്ലേ നമ്മളെ പോലെ എടുത്തിയാട്ടക്കാരാ. ഇപ്പൊ ഒരു ഓട്ടർകോൾ കൊടുത്താൽ നിങ്ങളെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കും അല്ലേ? പക്ഷെ ചെയ്യുവോ? ഇല്ലേ? അങ്ങനെ പത്രോസിനും ഇഷ്ടമാ. ചാടിക്കേറി, കർത്താവേ ഞാൻ നടക്കാം.
അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നടന്നപ്പോൾ ഭയങ്കര ധൈര്യത്തോടെ നടന്നു, പക്ഷെ പ്രതികൂലം വന്നപ്പോൾ, നമ്മളെ പോലാണേ, നമ്മൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. പറയുന്ന വാക്ക് എന്നാണെന്നറിയോ? കർത്താവേ നീ ആകുന്നുവെങ്കിൽ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്ന് വെച്ചാൽ ഞാൻ ഡെഫിനിഷൻ സഹിതം പറയാം. എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നത് അങ്ങാണെങ്കിൽ ഞാൻ വരാമെന്ന്. അപ്പൊ കർത്താവ് ചോദിക്കുക, അപ്പൊ വെറുതെ വിളിക്കുവല്ലേ കർത്താവേ കർത്താവേ എന്ന്. ഞാൻ പറഞ്ഞ വാക്യത്തിന്റെ അർത്ഥം, ഡെഫിനിഷൻ മനസ്സിലാവുന്നുണ്ടോ? നമ്മളും അങ്ങനല്ലേ, കർത്താവേ അങ്ങ് പറഞ്ഞിട്ടാണെങ്കിൽ, കർത്താവേ ഇത് അങ്ങയുടെ ആലോചനയാണെങ്കിൽ ഒരുറപ്പില്ല. ഇവിടെ പത്രോസ് പറയാ, കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ ഇറങ്ങാം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, കർത്താവേ എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെ അങ്ങാണെങ്കിൽ. അപ്പൊ പുള്ളിക്ക് എന്തില്ല? ഉറപ്പില്ല. അപ്പം യേശു ഒരു കാര്യം തീരുമാനിച്ചു, ഇന്ന് നിന്റെ രക്ഷ എന്ത് ചെയ്തിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നമുക്ക് നന്നായിട്ടൊന്ന് രക്ഷിക്കപ്പെടാം. നീ വാഗോണ്ട് ഏറ്റു പറഞ്ഞത് അങ്ങോട്ട് ശരിയായില്ല, ഉറപ്പില്ലാതെ ഏറ്റു പറഞ്ഞു. ഒരു കാര്യം, ഇന്ന് നമുക്ക് ശരിക്കും ഒന്ന്, ഇന്ന് ചിലർ ഇതിനകത്ത് മാനസാന്തരപ്പെടും കേട്ടോ. കർത്തൃത്വം യഥാർത്ഥമായിട്ട് കൊടുത്തിട്ടേ ഈ റൂം വിട്ടു പോവാവുള്ളൂ. പത്രോസിനെ പോലെ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ ഇറങ്ങുമ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം കൂടെ വരണം. അവിടെ പറയാ, കർത്താവെ നീ ആകുന്നുവെങ്കിൽ. കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ കർത്താവാണോന്ന് നിനക്ക് ഈ ആംഗിളിൽ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ, ഞാനാണ് നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെന്ന് നിനക്ക് നേരെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ചെയ്യും, ഒന്ന് താന്ന് നോക്കാൻ പറഞ്ഞു. നമ്മളും അങ്ങനെ കർത്തൃത്വം മനസ്സിലാക്കാത്തവരെ ദൈവം ജീവിതത്തിൽ അങ്ങ് ഒത്തിരി അങ്ങ് താഴ്ത്തി കഴിയുമ്പോൾ നമുക്കൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഇനി നമുക്ക് പത്രോസിന്റെ കൂടെ ഒന്ന് മുങ്ങാം. വെള്ളത്തിൽ മുങ്ങിയിട്ട് മേളിലോട്ട് നോക്കി എത്ര പേരുണ്ട് ഇതിനകത്ത്? നമ്മുടെയൊക്കെ കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ പോയി വെള്ളത്തിലൊന്ന് മുങ്ങിയിട്ട് മേളിലോട്ട് നോക്കിയിട്ടില്ലേ? പത്രോസ് അന്ന് ശരിക്കും സ്നാനപ്പെടുക. പത്രോസ് വെള്ളത്തിൽ മുങ്ങിയിട്ട്, കർത്താവേ നീ ആകുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ മുങ്ങിയിട്ട് വെള്ളത്തിന്റെ മുകളിലോട്ടൊന്ന് നോക്കിയപ്പോൾ പത്രോസിനൊരു കാര്യം മനസ്സിലായി, ഇത് ശരിക്കും കർത്താവാണ്. കാരണം കർത്താവിന്റെ കാൽപാദം അപ്പോഴും വെള്ളത്തിന്റെ മുകളിലാണ്. എന്ന് വെച്ചാൽ നിന്റെ പ്രതികൂലത്തിന്റെ അതോറിറ്റി അപ്പോഴും കർത്താവിന്റെ കയ്യിലാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ഓർക്കുന്ന നമ്മൾ മുങ്ങിപ്പോകുന്നെന്നാ. ഈ പ്രതികൂലത്തിൽ ഞാൻ തീർന്നു പോയെന്ന് പറയുമ്പോഴും കർത്താവ് അടുത്ത് നിന്ന് പറയാം, മോളെ ഇല്ല, ഐ ആം ദ വൺ, ഹല്ലേലൂയ, എനിക്കാണ് അതോറിറ്റി. ഇന്നും ഞാൻ നിന്റെ പ്രശ്നത്തിന്റെ മുകളിൽ നിൽക്കുക. നിന്റെ വീക്ഷണത്തിൽ കൂടെ നീ ഇപ്പൊ നോക്കുമ്പോ നീ ഓർക്കുന്ന നീ താന്നു പോന്ന, പക്ഷെ നോക്കിക്കേ, ഞാൻ ഇന്നും അതിന്റെ മുകളിൽ അധികാരത്തോടെ നിൽപ്പുണ്ട്. അപ്പോൾ പത്രോസ് വിളിക്കുന്ന ഒരു വാക്യമുണ്ട്, അതൊന്ന് വായിക്കാമോ? അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നേ? അവൻ കാറ്റ് കണ്ട് പേടിച്ച് മുങ്ങി തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. മതി, ആദ്യം പറഞ്ഞത് എന്നാ? കർത്താവേ നീ ആകുന്നുവെങ്കിൽ. എന്ന് വെച്ചാൽ കർത്തൃത്വം നടത്തുന്നത് അങ്ങാണെങ്കിൽ ഉറപ്പൊന്നുമില്ല. പക്ഷെ വെള്ളത്തിൽ മുങ്ങി വെള്ളം എല്ലാം വായിക്കത്തോട്ട് പോകാൻ തുടങ്ങിയ പുള്ളിക്ക് മനസ്സിലായി ഇത് തന്നെയാ കർത്താവ്. ഉടനെ അവിടെ കിടന്ന് പറയുന്ന ഒരു പ്രാർത്ഥന എന്നാ? കർത്താവേ എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം, ജീവന്റെ കർത്തൃത്വം എല്ലാം ഞാൻ ഇപ്പൊ തരുവാ. അവിടെ അടുത്ത വാക്യം എനിക്ക് അതിനേക്കാൾ ഇഷ്ടം. ഉടനെ യേശു കൈനീട്ടിയെടുത്തു. ഇന്ന് ചിലർക്കൊട്ടനെ ചില വിടുതൽ വേണം. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ചില റിസൾട്ട് വേണം. അങ്ങനെ വന്നവർ ഇതിനകത്തുണ്ട്. കർത്താവെ എനിക്ക് ഉടനെ മറുപടി കിട്ടിയേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ വെള്ളം മുഴുവൻ കുടിച്ച് ഈ കടലിനകത്ത് മുങ്ങിത്തുടങ്ങുമെന്ന് പറഞ്ഞ് ചിലരോട് കർത്താവ് പറയുക, എന്നെ വിളിക്കേണ്ടത് കർത്താവെ നീ ആകുന്നുവെങ്കിൽ നല്ല, കർത്താവെ നിനക്ക് കഴിയുമെങ്കിൽ നല്ല. ഇന്ന് നിന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം കർത്താവിന് കൊടുത്തിട്ട് പറയണം, എന്റെ കർത്തൃത്വം നടത്തുന്നവരെ എന്നെ രക്ഷിക്കണമേ എന്ന് വിളിക്കണം. ആകുന്നുവെങ്കിൽ എന്നുള്ളൊരു വാക്ക് ഇനി ഒരിക്കലും പറയരുത്. കഴിയുമെങ്കിൽ എന്നുള്ള വാക്ക് പറയരുത്. പകരം അത് പറയണമെങ്കിൽ അതിന്റെ മുമ്പിൽ കർത്താവ് എന്നുള്ള വാക്ക് ചേർക്കരുത്. കർത്താവെന്ന് ചേർത്തിട്ട് കഴിയുമെങ്കിൽ എന്ന് പറയുന്നതും തമ്മിൽ എന്ത് ചെയ്യത്തില്ല, അതങ്ങോട്ട് ചേരുന്നില്ല. മനസ്സിലായോ? എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് 5 വയസ്സുണ്ട്. അവന് ആൺകുഞ്ഞ്. അപ്പൊ അവനിങ്ങനെ, അവർക്ക് ആൺപിള്ളേർക്ക് ഒരു പ്രത്യേകത, അവരുടെ വിചാരം അവർക്ക് എല്ലാ അപ്പന്മാർ ചെയ്യുന്ന പോലെ ചെയ്യാവുന്നൊരു വിചാരമുണ്ട്. അപ്പം ഞാൻ ചില സമയത്ത് അടുക്കളയിലൊക്കെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന്, നിങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കുമല്ലോ, കുപ്പിയൊക്കെ തുറക്കാൻ പറ്റാതെ വരുമ്പം ഞാൻ പെട്ടെന്ന് അച്ഛനെ വിളിക്കും, അച്ഛൻ ഒന്ന് തുറന്നു തരാൻ പറയും. ഇപ്പോൾ ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് മാറി നിൽക്കിയപ്പം കുഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം മമ്മി ഞാൻ ചെയ്യും ഇങ്ങോട്ട് തരാൻ. അപ്പം പറിച്ചിട്ട് കേട്ടപ്പോൾ ഞാൻ ഓർത്തൊന്ന് ട്രൈ ചെയ്തൊക്കെ ഓർത്ത് കൊടുക്കുക. അപ്പം കുറേ നേരമായി പുള്ളി കിടന്ന് പരിശ്രമിച്ചിട്ടൊന്നും തുറക്കാൻ പറ്റുന്നില്ല. പക്ഷെ പുള്ളിയുടെ വിചാരം എന്നാ, പുള്ളിയെ കൊണ്ട് പറ്റും. 5 വയസ്സുകാരനാണ്, പക്ഷെ ഭയങ്കര ഉറപ്പാ.
കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവൻ എന്നെ നോക്കി, ഞാൻ കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ പതുക്കെ പോയി അപ്പൻ്റെ അടുക്ക ചെന്നിട്ട് പപ്പ തുറക്കാൻ പറഞ്ഞു. ഞാനിത് കണ്ടു. തുറന്നു കഴിഞ്ഞിട്ട് പുള്ളി ഉണ്ടല്ലോ, ഒരു ഗമയിലൊരു വരവുണ്ട് എൻ്റെ അടുക്കലോട്ട്, ഇതാ തുറന്നു എന്നുള്ളൊരു വരവ്. അപ്പം ഞാൻ ആളെ ഇതൊന്നും ആക്കാൻ പോയില്ല. സങ്കടമുണ്ട് അല്ലേ, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ഒരു അഭിമാനം കാണുമ്പോൾ സന്തോഷമല്ലേ. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു വെരി ഗുഡ്, ഭയങ്കര സ്ട്രോങ് ആണല്ലോ. എന്നിട്ട് ആൾ എന്ന് എല്ലാവരോടും പറയുക, ഞാൻ മമ്മിക്ക് വേണ്ടി ബോട്ടിൽ തുറന്നെന്ന്. ശരിക്കും ആരാ തുറന്നേ? അപ്പനാ. പക്ഷെ അപ്പൻ ക്രെഡിറ്റ് ഒന്നും എടുത്തില്ല. പക്ഷെ ക്രെഡിറ്റ് കിട്ടുന്ന ആർക്കാ? മോനാ. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ക്രെഡിറ്റ് നമ്മൾ എടുക്കുമ്പോൾ സത്യത്തിൽ അതിന് ആർക്കാ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്? ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന്റെ ക്രെഡിറ്റ് ആർക്കാ കൊടുക്കേണ്ടത്? ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് കഴിയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ കർത്താവല്ലേ ചില ഊരാക്കുടുക്കുകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത്, തലമുറയെ കൊണ്ടുവന്നത്, രോഗാവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. പക്ഷെ ക്രെഡിറ്റ് പലപ്പോഴും നമ്മളല്ലേ എടുക്കുന്നത്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, കർത്തൃത്വം നീ കർത്താവിന് കൊടുത്താൽ നിന്റെ ജീവിതത്തിന്റെ ഏതു മേഖലയിലും കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയാ, കർത്താവേ എന്നെ രക്ഷിക്കണേ. അതിന്റെ അർത്ഥം അന്ന് പത്രോസ് എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് ഒട്ടനെ കൈ നീട്ടി. അപ്പൊ പിന്നെ റോള് മാറി, രക്ഷിതാവായി. ഇല്ലേ? കർത്താവേന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ യേശു ആരായി മാറി? പിന്നെ രക്ഷിതാവായി. വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. ഇല്ലേ? ഇന്ന് പലപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നതിൻ്റെ കാരണം പ്രാർത്ഥനയുടെ വാചകം ഇന്ന് തൊട്ട് മാറ്റണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മൾ തന്നെ റെക്കോർഡ് ചെയ്തിരുന്നു കേൾക്കണം. ഞാനത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പ്രാർത്ഥന നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടിരുന്നു കേൾക്കണം. നമ്മൾ ആ കുറച്ച് നേരം ഒന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ, കർത്താവ് എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എങ്ങനെ എത്തും എന്ന് കേട്ടാൽ ആ പ്രാർത്ഥനയിൽ എത്ര വട്ടം കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുകൊണ്ട് എത്ര വട്ടം നമ്മൾ പറയുന്ന അവിശ്വാസം അതിനകത്തുണ്ടെന്ന് ഓർക്കണം. പിന്നെ ഇന്ന് ദൈവദാസൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എഡിറ്റൊക്കെ ചെയ്ത്, ഇല്ലേ? സത്യസന്ധമായിട്ട് പറ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ജോലി എഡിറ്റിങ്ങാ. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും അതുപോലെ സ്വർഗത്തിൽ ചെന്നിരുന്നെങ്കിൽ. ചിലർ പറയും, സിസ്റ്റർ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു മറുപടിയില്ല. ഞാൻ ചോദിച്ചു, എല്ലാ പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് മറുപടി വേണോ? ഒറ്റ ക്വസ്റ്റ്യൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കട്ടെ, നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും കർത്താവ് അപ്പാപ്പം മറുപടി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അയ്യോ, നല്ല കാര്യം. പണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, എല്ലാത്തിനും കർത്താവ് എനിക്ക് മറുപടി തരണമെന്ന്. ഇപ്പം ഞാൻ പറയത്തില്ല, കാരണം അങ്ങനെ മറുപടി തന്നിരുന്ന ഇന്ന് ഞാൻ ഇവിടെ ജീവനോടെ ഇരിക്കത്തില്ലായിരുന്നു. കാരണം ഞാൻ പണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവ് ഇപ്പോൾ മതി, എന്നെ അങ്ങ് എടുക്കുക കർത്താവേ. അപ്പോഴേ കർത്താവ് എസ് പറഞ്ഞിരുന്നെങ്കിലോ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങളൊക്കെ എത്ര പേര് എന്തൊക്കെ പ്രാർത്ഥിച്ചെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക ജീവിതത്തിൽ. ഇല്ലേ? എൻ്റെ കർത്താവേ എനിക്ക് ഈ ചെറുക്കനെ കൊണ്ട് മതിയായി, എനിക്ക് ഈ കുടുംബജീവിതം മതിയായി, ഈ സഭാ ചാർജ്. എൻ്റെ പപ്പ ഒരു പാസ്റ്ററാണ് കേട്ടോ. എനിക്കതുകൊണ്ട് എല്ലാ ദൈവദാസന്മാരെയും ഭയങ്കര ബഹുമാനാണ്. അവർ കടന്നു പോകുന്ന പ്രഷർ, അവരുടെ കുടുംബം കടന്നു പോകുന്നത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാം, എത്രയോ വട്ടം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്ക് മതിയായി, ഈ സഭ വിട്ട് എനിക്ക് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായി, ഈ മക്കളെ കൊണ്ട് ഞാൻ തോറ്റുപോയി. ഇതൊക്കെ പറയുന്ന അതേപടി പ്രാർത്ഥന അങ്ങ് എത്തിയിരുന്നെങ്കിൽ ഇന്നിവിടെ ഇരിക്കുമായിരുന്നോ? ഇന്ന് ഇതിനകത്ത് ജനസംഖ്യ വളരെ കുറഞ്ഞേനെ. പക്ഷേ പരിശുദ്ധാത്മാവ് ചില പ്രാർത്ഥനകളൊക്കെ എഡിറ്റ് ചെയ്ത് ചിലത് മാത്രം മുകളിലോട്ട് വിട്ടത്, ദൈവത്തിന് പ്രസാദകരമായത് മാത്രം വിട്ടത് കൊണ്ടാ ഇന്ന് നമ്മളൊക്കെ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നത് അതുകൊണ്ടാ. കാരണം പരിശുദ്ധാത്മാവിന് നമ്മുടെ ബലഹീനത അറിയാം. പലർക്കും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല സത്യത്തിൽ. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനയും ദൈവത്തിന് വിഷമം ഉണ്ടാക്കുന്ന പ്രാർത്ഥനയാ. ആന്റിമാരോട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ നല്ലതായിട്ട് കുക്ക് ചെയ്യുന്നവരാ. നിങ്ങളുടെ മക്കൾ എങ്ങാനും വന്ന് പറയാം, മമ്മി എനിക്കൊരു ബിരിയാണി ഉണ്ടാക്കി തരാൻ പറ്റുമോ, മമ്മിക്ക് അറിയാവുമെന്ന് ചോദിക്കും. നിങ്ങൾ പറയാം, ഇന്നലെ അറിയുന്ന സിസി ആൻറ്റി ഭയങ്കര കുക്കായിരുന്നു, ആൻറ്റി നന്നായിട്ട് കേക്കൊക്കെ ബേക്ക് ചെയ്തു, എനിക്ക് നല്ല കേക്കൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പം ഞാൻ ഓർത്ത് ഇത്രയും എല്ലാ കാര്യവും ഹൈലി ടാലൻറ്റഡ്. അപ്പം ഞാൻ ഓർത്ത് ആൻറ്റിയുടെ പിള്ളേരൊക്കെ എന്ത് ഭാഗ്യമുള്ളവരല്ലേ, നല്ല കേക്കൊക്കെ കഴിക്കാം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആൻറ്റിക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമെന്നുണ്ട് ഞാൻ ചോദിക്കാം. ആൻറ്റി വെൽ കുക്ക്ഡാ, അപ്പം അനേകരെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്, കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. എങ്ങാനും ഞാൻ ചോദിക്കുക, ആൻറ്റിയുടെ ഇളയ കുഞ്ഞ് വന്നിട്ട് ചോദിക്കുക, കൊച്ചുമോളായിക്കോട്ടെ, ഗ്രാൻഡ്മായ്ക്ക് കേക്ക് ഉണ്ടാക്കാൻ അറിയാമോ? അപ്പം അമ്മച്ചി പറയാ, അറിയാം. അമ്മച്ചിക്ക് അറിയാമെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കി തരാമോ? ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മച്ചിക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. മനസ്സിലായ? ഞാൻ വേണേൽ യൂട്യൂബിൽ ഒരു ഇതെടുത്ത് കാണിക്കാം, അമ്മച്ചി എനിക്ക് ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി തരാം. അമ്മച്ചി മാസ്റ്ററാ കേക്കിൽ, ഇല്ലേ? പക്ഷെ കൊച്ചിൻ്റെ വിചാരം അമ്മച്ചി പ്രായമൊക്കെ ആയതുകൊണ്ട് എന്തില്ലെന്നാ, അമ്മച്ചിക്ക് അറിവില്ലെന്നാ.
നമ്മളും ഇങ്ങനെ കർത്താവിൻ്റെ അടുക്ക് ചെന്നിട്ട്, കർത്താവെ അങ്ങേക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ എൻ്റെ വിഷയം, കർത്താവെ നാളെ എൻ്റെ വീടിൻ്റെ വാടക കൊടുക്കേണ്ടത്, കർത്താവെ അങ്ങേക്ക് അറിയാമോ? കർത്താവിനറിയാവോ? ശരിക്കും നമ്മൾ ചെയ്യുന്ന എന്നറിയാം, നമ്മൾ കർത്താവിനെ പഠിപ്പിക്കുക. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കുറേ നേരം അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അമ്മച്ചി പറയും, മോനെ നീ ഉണ്ടാകുന്നതിന് മുമ്പ്, നിന്റെ അമ്മ ഉണ്ടാവുന്നതിന് മുമ്പ് ഇഷ്ടം പോലെ കേക്ക് ബേക്ക് ചെയ്തയാളാ ഞാൻ. ഈ എന്നെയാ നീ എന്ത് ചെയ്യുന്നേ? ബേക്കിംഗ് ക്ലാസ് പഠിപ്പിക്കുന്നത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളോട് പറയത്തില്ലേ, നീയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്. നമ്മൾ എന്ത് പ്രൗഡായിട്ടാണ് പറയുന്നത്, പക്ഷെ നമ്മുടെ പ്രാർത്ഥനാ മുറി നമ്മൾ ദൈവത്തോട് എന്താ പറയുന്നത്? കർത്താവേ നാളെ എനിക്ക് ഇത്ര കോടി രൂപ വേണം. കർത്താവ് പറയും, എനിക്കറിയാം, എനിക്ക് ഒരൊറ്റ വാക്ക് മതി ഇതൊക്കെ ചെയ്യാൻ. പക്ഷെ പലപ്പോഴും പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ലെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളുടെ പ്രാർത്ഥനയിൽ സാമ്പത്തികത്തിന്റെ കർത്തൃത്വം കർത്താവിന് കൊടുത്തിട്ടില്ല. ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ ഏത് ഭാഗത്താ കർത്തൃത്വം കൊടുത്തെന്നറിയോ? അവന്റെ ജീവന്റെ കർത്തൃത്വം അവനന്ന് കർത്താവിന് കൊടുത്തു. തോമസ് തന്റെ വിശ്വാസത്തിന്റെ, തന്റെ ആത്മീയ ജീവിതത്തിന്റെ കർത്തൃത്വം കർത്താവിന് കൊടുത്തെങ്കിൽ പത്രോസ് കൊടുത്ത തന്റെ ജീവന്റെ കർത്തൃത്വം. അതുകൊണ്ടാ പണ്ട് ഒരു പെങ്കൊച്ചിന്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ അതേ പത്രോസ് കർത്തൃത്വം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. ഭാവിയിൽ ഹല്ലേലൂയ തന്റെ മരണം പോലും താനാ ചൂസ് ചെയ്തത്. പേടിയില്ലെന്ന് മരിക്കാൻ. കാരണം ജീവന്റെ കർത്തൃത്വം ആരുടെ കൊടുത്തതാ? കർത്താവിന് കൊടുത്തതാ. ഇന്ന് എത്ര പേർക്ക് അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റും? കർത്താവേ, മരണഭയം ഉള്ളവ ചിലരോട് പരിശുദ്ധാത്മാ പറയുക, മരണഭയം, ദൈവമേ ഈ വിഷയത്തിൽ ഞാൻ മുങ്ങിപ്പോകുക, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നവരോട്, നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്നുള്ള ഭയം, ഹല്ലേലൂയ, നാളെ എൻ്റെ തലമുറയുടെ ഭാവിയിൽ ഞാൻ ഉണ്ടാകുമോ എന്നുള്ള ഭയമുള്ളവരോട് പരിശുദ്ധാത്മാ പറയുക, കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവ് പറയുക, ഉടനെ അവൻ കൈ നീട്ടി അവനെ പിടിച്ചു. ഹല്ലേലൂയ. അടുത്തൊരു വ്യക്തിയെ ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്താം, കുഷ്ഠരോഗി. ഹല്ലേലൂയ. ബൈബിളിലെ കുഷ്ഠരോഗി മത്തായി 8:2 ഇങ്ങനെ പറയുന്നു, കർത്താവേ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ, കഴിയുമെങ്കിൽ എന്നല്ല, മനസ്സുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ അങ്ങക്കിടെ ഹിതമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ചെയ്യണം. എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവന്, കർത്തൃത്വം നടത്തുന്ന ആൾക്കറിയാം എപ്പോൾ, എങ്ങനെ, ഏത് സമയത്ത് വിടുതൽ തരണമെന്ന്. ഇല്ലേ? നമ്മുടെ തലമുറകളാണോ അവരുടെ വീട്ടിലെ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് നിങ്ങളോടൊന്ന് പറയും. ഇപ്പം എക്സാമ്പിൾ, നമ്മുടെ അമ്മമാർക്കറിയാം നാളെ രാത്രി കിടക്കുമ്പോൾ ഏറ്റവും ടെൻഷനോടുകൂടെ കിടക്കുന്ന അമ്മമാരാ അല്ലേ? ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയും, നാളെ എന്ത് ലഞ്ച് കൊടുത്തു വിടും, അതാ ഏറ്റവും വലിയ ടെൻഷൻ. നാളെ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ്. സത്യമോ ദൈവദാസന്മാരെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ മേലഞ്ഞിട്ടാ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നുള്ള ആദ്യത്തെ 1 മണിക്കൂറത്തെ ചിന്ത നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ്, എന്ത് ലഞ്ച് കൊടുത്തു വിടണം എന്നുള്ളതാണ്. ഇല്ലേ? എല്ലാവരെയും പ്രീതിപ്പെടുത്തണ്ടേ? അല്ലേ? സത്യമാണ്. ആൻറ്റിമാരൊക്കെ ചിരിക്കുന്നുണ്ട്, സത്യമായ കാര്യമാണ്. അപ്പം ഈ കുഞ്ഞ് രാത്രി ഉറക്കത്തിൽ നിങ്ങളെ വിളിച്ചെഴുന്നിരിക്കും, മമ്മി നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തരുമല്ലോ അല്ലേ? തരാവടാ, പോയി കിടന്നുറങ്ങ്. പിന്നെ വന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് തരുമല്ലോ അല്ലേ? വൈകിട്ട് ഡിന്നർ തരുമല്ലോ അല്ലേ എന്നൊരു 10 വട്ടം ചോദിച്ചാൽ നിങ്ങളുടെ പ്രിയനോടുള്ള പ്രതികരണം എന്തായിരിക്കും? പോയി കിടന്നുറങ്ങു കൊച്ചേ, എനിക്കറിയാം, എല്ലാം റെഡിയാ അല്ലേ? പക്ഷെ നമ്മൾ ഇതുപോലെ കർത്താവിനെ പലപ്പോഴും ഓർപ്പിക്കുന്നത്, കർത്താവേ നാളത്തെ കാര്യം അറിയാമല്ലോ അല്ലേ? കർത്താവ് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേലിട്, എന്നിട്ട് പോയി കിടന്നുറങ്ങ്. എത്ര നാളായി സമാധാനത്തോടെ ഉറങ്ങിയിട്ട് അല്ലേ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ പറ്റും, ഞാൻ സമാധാനത്തോടെ ഉറങ്ങുന്നു? സമാധാനത്തോടെ ഉറങ്ങുന്നുണ്ട് ഓർത്താണ്, കർത്തൃത്വം കർത്താവിന്റെ കയ്യിലാ. കർത്തൃത്വം കൊടുക്കാത്തവർക്ക് ടെൻഷൻ ഉള്ളത്. സാമ്പത്തികത്തിന്റെ കർത്തൃത്വം കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. എന്നാലേ അവർക്ക് കർത്താവിൽ ബലപ്പെടാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ കുഷ്ഠരോഗി പറയുക, കർത്താവെ അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കണം. അവിടെ യേശു ചെയ്തെന്താ? കൈ നീട്ടി അവനെ തൊട്ടു. ഒന്ന് ഓർത്തു നോക്കിക്കേ, എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ഒന്ന്. അദ്ദേഹം ഉദ്ദേശിച്ച ഇതാ, എനിക്കറിയാം ഞാൻ കുഷ്ഠരോഗിയാണെന്ന്, എനിക്ക് പുറമേ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങയുടെ സമയമായെങ്കിൽ എന്നെ ഒന്ന് എന്ത് ചെയ്യണം? ചില രോഗികളോട് പരിശുദ്ധാത്മാവ് പറയുക, നീ ഇന്ന് കർത്താവിന്റെ സന്നിധി വന്ന് ചോദിക്കുക, കർത്താവെ വർഷങ്ങളായി ഞാൻ ഈ രോഗമായിട്ട് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്, കർത്താവെ അങ്ങക്ക് മനസ്സുണ്ടോ എന്നെ ഇന്നൊന്ന് സൗഖ്യമാക്കാമോ എന്ന് ചോദിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, നീ അതിനു മുമ്പ് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ശരീരത്തിന്റെ കർത്തൃത്വം നടത്തുന്നവനെ, അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കണം. പലപ്പോഴും ശരീരത്തിന്റെ കർത്തൃത്വം നിങ്ങൾ തന്നെ പിടിച്ചു വെച്ചേക്കുന്നേ. ഞാൻ എൻ്റെ ജീവിതത്തിലെ പെട്ടെന്നൊരു അനുഭവം പെട്ടെന്ന് പറയാം.
ഈ നമ്മുടെ ശരീരത്തിന്റെ കർത്തൃത്വം നമുക്കാന്നുള്ളതിന്റെ ഉറപ്പെന്നാണെന്നറിയോ? പരിശുദ്ധാത്മാവ് എന്തെങ്കിലും നിയോഗം തന്നാൽ നമ്മൾ ചെയ്യത്തില്ല. ഞാൻ എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത്, ഞാൻ ടെസ്റ്റ് മണിയൊക്കെ കേട്ടവർ കാണുന്നവർ ഞാൻ പെട്ടെന്നൊന്ന് പറയാം. വളരെ ശാരീരികമായ ക്ലേശങ്ങളിൽ കൂടെ കടന്നുപോയി, വളരെ ശ്വാസം മുട്ടല. പക്ഷെ പരിശുദ്ധാത്മാവ് ഈ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് എനിക്കൊരു ആലോചന പറഞ്ഞു തന്നായിരുന്നു. ഈ പ്രഗ്നൻസി മറ്റ് 2 പ്രഗ്നൻസി പോലല്ല, ഡിഫറെൻ്റ് ആയിരിക്കും. നീ ദൈവാലോചന അനുസരിച്ച് ഓരോ കാര്യം ചെയ്യാവുള്ളൂ. അതിൽ ആദ്യത്തെ ദൈവാലോചന, നീ ഡോക്ടറുടെ അടുക്ക പോകരുതെന്നായിരുന്നു. അമേരിക്കയിൽ ഡോക്ടറുടെ അടുക്ക പോകാതെ പ്രസവിക്കാൻ ഇച്ചിരി പാടാകട്ടോ. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാനത് ദൈവസന്നിധിയിൽ കർത്താവ് പറഞ്ഞതല്ലേ, സമ്മതിച്ചു. പോയില്ല. ഞാൻ ഡെലിവറിക്ക് മാത്രമാണ് ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ. ഒരു ഡോക്ടേഴ്സ് ചെക്കപ്പ് ഞാൻ ചെയ്തിട്ടില്ല, അൾട്രാസൗണ്ട് ചെയ്തിട്ടില്ല, ഒന്നിനും പോയില്ല. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3-ാം മാസം തൊട്ട് ഭയങ്കര ശ്വാസം മുട്ടൽ, അതിശക്തമായ ശ്വാസം മുട്ടൽ. പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അടുത്ത നിയോഗം എനിക്ക് തരിക, നീ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നിടം വരെ ഉച്ചവരെ എല്ലാ ദിവസവും ഉപവസിക്കണമെന്ന്. എല്ലാ സ്ത്രീകളോടും ചോദിക്കട്ടെ, പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മളോട് ചുറ്റുമുള്ളവരെല്ലാം പറയുന്നത് എന്താ? ഒരാൾക്കുള്ളതല്ല, 2 പേർക്കുള്ളത് കഴിക്കണം. ഈ 2 പേർക്കുള്ളത് കഴിക്കേണ്ട ആളോട് കർത്താവ് പറയുക, നീ ഇന്ന് തൊട്ട് ഉച്ചവരെ ഒന്നും കഴിക്കണ്ട. ആഹാ. അപ്പം എനിക്കൊരു ഡൗട്ട്, ഇത് കർത്താവ് തന്നെ ആണോ? അപ്പോൾ ഞാൻ ദൈവസന്നിധി പറഞ്ഞു, കർത്താവ് എനിക്ക് അങ്ങിൽ വിശ്വാസമൊക്കെയാ, എന്നാലും തോമസിനെ പോലെ എനിക്ക് എന്തുണ്ട്? അവിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, കർത്താവ് എന്നോട് എനിക്കറിയാം ഇത് കർത്താവാണ്, പക്ഷേ എനിക്ക് ഒരു ഉറപ്പും കൂടെ തരണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒരു ദിവസം രാത്രി വളരെ ശ്വാസം മുട്ടൽ കൂടി എൻ്റെ ദേഹമൊക്കെ അങ്ങ് നീലയ്ക്കാൻ തുടങ്ങി, കൈയൊക്കെ നീലച്ച് തുടങ്ങി. എനിക്ക് പറ്റുന്നില്ല, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പെട്ടെന്ന് പറഞ്ഞു, എന്താ ചെയ്യേണ്ട, 911 വിളിക്കട്ടെ? ഞാൻ പറഞ്ഞു വേണ്ട, അതെനിക്കറിയാം കർത്താവ് പറഞ്ഞ ഉറപ്പുണ്ട്. അപ്പം ഞാൻ മമ്മിയെ വിളിക്കാൻ പറഞ്ഞു. എൻ്റെ മമ്മി രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. ഇന്ന് വരെ മരുന്നെടുത്തിട്ടില്ല കേട്ടോ, ഇന്ന് വരെ മരുന്നെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മമ്മിയെ വിളിച്ചു. മമ്മിയെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. മമ്മി പെട്ടെന്ന് എന്നോട് പറയും, മോനെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ കുഞ്ഞുണ്ടാവുന്നിടം വരെ നീ ഉച്ചവരെ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ എനിക്ക് 2 പേരുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാണ്. എനിക്ക് ഉറപ്പോടെ ഞാനത് വിശ്വസിച്ചു. എൻ്റെ ശരീരത്തിൻ്റെ കർത്തൃത്വം, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കർത്തൃത്വം എന്ന് കർത്താവിന് കൊടുത്തിട്ട് പറഞ്ഞു, അങ്ങ് പറയുന്നെങ്കിൽ ഞാൻ അനുസരിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ പറഞ്ഞതാ, കർത്താവ് പറയുന്നത് അനുസരിക്കുമ്പോൾ നമ്മുടെ വിചാര കാര്യം അങ്ങ് കൂളാണ്. അല്ല, പ്രതികൂലം ശരിക്കും ശത്രു അപ്പുറം എഴുന്നേൽപ്പിക്കും. എനിക്ക് അതുവരെ ഇല്ലാത്ത ലോ ബ്ലഡ് പ്രഷർ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലകറക്കവാ, ഒട്ടും വയ്യ, നേരെ നിൽക്കാൻ വയ്യ. 2 കുഞ്ഞുങ്ങളുടെ കാര്യം ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് ശുശ്രൂഷയുണ്ട്, ഇതെല്ലാം ചെയ്യണം. പക്ഷേ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങി ഇങ്ങനെ നിൽക്കാൻ പോലും വയ്യാതെ വരും. എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും, എന്തെങ്കിലും ഒന്ന് കഴിക്ക്, ഒരു ബിസ്ക്കറ്റെങ്കിലും കഴിക്ക്. ഞാൻ പറഞ്ഞു, ഇല്ലച്ചാ, കർത്താവ് പറഞ്ഞെങ്കിൽ എനിക്കത് പൂർണ്ണമായിട്ട് അനുസരിക്കണം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഷോർട്ടായിട്ട് പറയുക, എന്നും രാവിലെ 1 ഗ്ലാസ് വെള്ളം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. അതാണ് എൻ്റെ ഹല്ലേലൂയ ആഹാരം എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പറയും, അപ്പാ അങ്ങ് പറഞ്ഞു ഉപവസിക്കാൻ. ഒരു ആത്മീക മണ്ഡലത്തിൽ ഒരു ഫൈറ്റാണെന്ന് എനിക്കറിയാം. കാരണം വാക്തത്വ സന്തതി എൻ്റെ ഉദരത്തിൽ കിടക്കുന്നത്. എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കിട്ടിയ വാക്തത്വമായിരുന്നു ഈ 3ാമത്തെ തലമുറ. അപ്പോൾ എനിക്കറിയാം ഇവൻ വാക്തത്വ തലമുറയാണെന്നറിയാം. എല്ലാവരും എന്നോട് ചോദിച്ചു, അൾട്രാസൗണ്ട് ചെയ്യാതെ എങ്ങനെ ഉറപ്പുണ്ടായിരുന്നു ആണാന്ന്? കാരണം 2ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് 3ാമതൊരു ആൺകുഞ്ഞിനെ തരും, അവൻ്റെ പേര് ഇന്നതാന്ന് വരെ ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ പിന്നെ കർത്താവിനെ ഡൗട്ട് അടിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ഉറപ്പോടെ പറഞ്ഞത് ആൺകുഞ്ഞാന്ന് പേരെഴുതി വെച്ച് ബൈബിളിൽ വിശ്വാസത്താൽ എല്ലാ സ്റ്റെപ്പും ഞാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു വെള്ളം കുടിക്കും. ദൈവമക്കളെ, ഡെലിവറിക്ക് ലേബർ റൂമിൽ കയറുമ്പോഴും ഞാൻ ഉപവാസത്തോടുകൂടിയാണ് കുഞ്ഞിനെ പ്രസവിച്ചത്. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ 1 കിലോ പോലും കൂടിയില്ലായിരുന്നു ഈ പ്രഗ്നൻസിയിൽ. ക്ഷീണിച്ച് വരിക, കാണുന്നവരെല്ലാം ചോദിക്കുക, അക്സ ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞാ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇതായിരുന്നു, കർത്താവേ എൻ്റെ കുഞ്ഞിന് വെയിറ്റ് ഉണ്ടോ? ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ വെയിറ്റ് ഇല്ലാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇവന് ഏറ്റവും വലിയ, എൻ്റെ 3 കുഞ്ഞുങ്ങളെക്കാൾ ഇവന് വെയിറ്റ് ഉണ്ടായിരുന്നു. ഇവൻ 3,900 ഉണ്ടായിരുന്നു. സിസിയാൻറ്റി കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ കണ്ടിട്ട് പറയാ, 3 പേരിൽ അവനാ ഏറ്റവും മിടുക്കെന്ന്. സത്യമാ, കർത്താവ് പറഞ്ഞിട്ട് നീ അനുസരിച്ചാലുണ്ടല്ലോ, നിന്റെ ശരീരത്തിന്റെ കർത്തൃത്വം കർത്താവിന് കൊടുത്താലുണ്ടല്ലോ, ബ്ലഡ് പ്രഷറും ഷുഗറും ഒന്നും ഹല്ലേലൂയ നിന്നെ തോൽപ്പിക്കത്തില്ല. ഇന്ന് ദൈവമക്കളിൽ വന്ന ഏറ്റവും വലിയ കുഴപ്പം എന്നാണെന്നറിയോ? പണ്ടത്തെ അപ്പച്ചമാരും അമ്മച്ചിമാരും ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഉപവസിക്കുമായിരുന്നു, ഇല്ലേ?
നിങ്ങളുടെയൊക്കെ പിതാക്കന്മാരോട് ചോദിച്ചു നോക്ക്. ഹല്ലേലൂയ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അവരുടെ ജീവിതത്തെ അവർ നയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ആരോടെങ്കിലും നിങ്ങളൊന്ന് ഉപവസിക്കാൻ പറഞ്ഞു, അയ്യോ മമ്മാമേ ഉച്ചവരെ ബുദ്ധിമുട്ടാ, ഷുഗറാ, പ്രഷറാ. കാരണം കർത്തൃത്വം ഇപ്പോഴും നിങ്ങളുടെ കയ്യിലാണെന്നതിൻ്റെ ഒരു മാറ്റവും ഇല്ല. അത് കേൾക്കുമ്പോഴേ അറിയാം ആരാ തീരുമാനിക്കുന്നത്? ഞാൻ. എൻ്റെ തീരുമാനത്തിൽ എൻ്റെ ശരീരം. അപ്പൊ കർത്താവ് പറയും രോഗമായിട്ട് നടന്നോളാൻ പറയും. എന്നാൽ ഞാൻ പറയുക, ശരീരത്തിന്റെ കർത്തൃത്വം കർത്താവിന് കൊടുത്താലുണ്ടല്ലോ, ശരീരത്തിന്റെ കർത്തൃത്വം കർത്താവിന് കൊടുക്കുക. കർത്താവ് പറയാം, മോളെ നീ ഉപവസിക്കാൻ പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാം, എഴുന്നേറ്റ് നിൽക്കാൻ ആയുസ് തരുന്നത് കർത്താവാണെങ്കിൽ, ഹല്ലേലൂയ, ഉപവസിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ വലത്തുഭാഗത്ത് നിന്നെ പിടിച്ചിട്ടുണ്ട്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. തലമുറയെ കുറിച്ച് കരയുന്നവരോട് പറയുകയാ, നിന്റെ ഉപവാസത്തിന്റെ ശക്തിയാണ് നിന്റെ തലമുറയെ നിലനിർത്തുന്നത്. ഉപവാസവും പ്രാർത്ഥനയും കുറഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ആത്മീക ജീവിതം തകർന്നു പോകും. യേശു തന്നെ പറയുന്നുണ്ട് ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് നിർത്തുക. ഒരു സ്ത്രീയെ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തുക, കനാന്യ സ്ത്രീ. ഈ കനാന്യ സ്ത്രീയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ വന്ന് കനാന്യ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ എൻ്റെ മോൾക്ക് ഭൂതോപദ്രവം വിളിച്ച വാക്ക് കേട്ടോ, എന്തുവാ? എൻ്റെ തലമുറയുടെ കർത്തൃത്വം നടത്തുന്നവനെ, എൻ്റെ തലമുറയുടെ കാര്യം ഇച്ചിരി പ്രശ്നത്തിലാ. അറിയിക്കേണ്ട ആളെ അറിയിച്ചു, പക്ഷെ വിളിച്ച പേര് നിങ്ങൾ കേട്ടോ? എന്തോ വിളിച്ചേ? കർത്താവേ. ഞാൻ പറയുവാ, തലമുറയുടെ കർത്തൃത്വം ആ സ്ത്രീ ആർക്ക് കൊടുത്തു? പറ. തലമുറയുടെ കർത്തൃത്വം ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു, കർത്താവിന് കൊടുത്തു. അപ്പോൾ കർത്താവ് പറയുക, ഹല്ലേലൂയ, മക്കളുടെ അപ്പം എടുത്ത്. അപ്പൊ വീണ്ടും അവള് വിളിക്കുക, കർത്താവേ എന്റെ കർത്തൃത്വം നടത്തുന്നവനെ, കുഴപ്പമില്ലെന്ന്, എനിക്ക് അപ്പം നുറുക്ക് മതിയെന്ന്. കർത്തൃത്വം നടത്തുന്നവനല്ലേ പറയുന്നത്. കർത്തൃത്വം നടത്തുന്നവൻ അപ്പം നുറുക്ക് തന്നാലും അത് മതി എനിക്ക്, കാരണം എന്റെ ഉത്തരവാദിത്വം കർത്താവിനാ. അവളുടെ ഉറപ്പെന്തായിരുന്നു? മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുമ്പോൾ ഏത് അമ്മയ്ക്ക് ഇട്ടിട്ട് പോരാൻ പറ്റും? നീ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾ ആരെങ്കിലും രോഗിയായിട്ട് കിടന്നിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നോ? പറ. വരത്തില്ല. കാരണം കർത്തൃത്വം ആർക്കാ? നമുക്കാ. ഞാൻ നോക്കിയാലേ ശരിയാവത്തുള്ളൂ, അല്ലേ? സത്യമല്ലേ? എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ഞാൻ നിന്നാലേ ശരിയാവത്തുള്ളൂ, മക്കളുടെ കൂടെ ഞാൻ നിന്നാലേ ശരിയാവത്തുള്ളൂ. പക്ഷെ കർത്തൃത്വം കർത്താവിനാണെങ്കിൽ ഉണ്ടല്ലോ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഓടി വരുമ്പോൾ ഭവനത്തിലിരിക്കുന്ന കുഞ്ഞിനെ കർത്താവിനെ കൊടുത്തിട്ട് പറയണം, എൻ്റെ തലമുറയുടെ കർത്തൃത്വം ഞാൻ കർത്താവിന് തരിക. അവളുടെ ഭാവി എന്തെന്ന് എനിക്കറിയില്ല കർത്താവേ, ഭൂതോപദ്രവം കഠിനമായിരിക്കുക, എൻ്റെ തലമുറകളുടെ മേൽ പൈശാചിക ശക്തി ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരിക്കുകയാ. എൻ്റെ തലമുറയെ തകർത്തു കളയുവാൻ അവരുടെ ഭാവി ജീവിതത്തെ മുടക്കി വെക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ. എന്നാൽ ഇന്ന് എൻ്റെ തലമുറയുടെ കർത്തൃത്വത്തെ ഞാൻ എൻ്റെ കർത്താവിന് നൽകി തരിക. എത്ര പേർക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് ആരാധിക്കാൻ കഴിയും? ഇന്ന് ജീവിതത്തിന്റെ കർത്തൃത്വം കർത്താവിന് കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിന്റെ കർത്തൃത്വം, നിങ്ങളുടെ ഭാവിയുടെ കർത്തൃത്വം, ഹല്ലേലൂയ. ഒരു മിനിറ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ഇവിടെ നിർത്തുകയാ ഞാൻ. നിങ്ങളുടെ കർത്തൃത്വം കർത്താവിന് ഒന്ന് കൊടുക്കാമോ? കർത്താവേ, ഇതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വെറുതെ വിളിച്ചു കർത്താവേ കർത്താവേ എന്ന്. പക്ഷെ കർത്താവിൽ ബലപ്പെടണമെങ്കിൽ കർത്താവ് ആരെന്ന് തിരിച്ചറിയണം. കർത്തൃത്വം നടത്തുന്നവനെന്ന, ഹല്ലേലൂയ, ഓൾ അതോറിറ്റി ബിലോങ്സ് ടു ഹിം. യേശുവിന്റെ കരങ്ങളിലാ നിന്റെ കർത്തൃത്വം. അങ്ങനെയെങ്കിൽ നാളെയെ കുറിച്ച് വിചാരപ്പെടണ്ട, ഭാവിയെ കുറിച്ച് വിചാരപ്പെടണ്ട. ഹല്ലേലൂയ. കനാന്യ സ്ത്രീയോട് കർത്താവ് പറയുക, മകളെ ഹല്ലേലൂയ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. അവിടെയും അവൾ വിളിക്കുന്നത് പേര് മാറ്റിയില്ല. അപ്പോഴും അവൾ വിളിക്കുക, കർത്താവേ, കർത്തൃത്വം നടത്തുന്നവനെ, എന്റെ തലമുറയുടെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവനെ, ശക്തനായവനെ, ഉത്തരവാദിയായവനെ, അങ്ങ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഇന്ന് എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കാൻ കഴിയും? കർത്താവേ, ഞാൻ ഇവിടെ ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ കർത്തൃത്വം നടത്തുന്ന എന്റെ ദൈവം എന്റെ തലമുറയുടെ മേൽ ഏത് രാജ്യത്തായിരുന്നാലും ആ വിഷയത്തിന്റെ മേലൊന്ന് തൊടണമേ കർത്താവ്. അങ്ങയുടെ ഒരു വാക്ക് മതി എന്റെ തലമുറയുടെ വിഷയത്തിന്മേൽ വിടുതൽ പ്രാപിക്കുവാൻ, എന്റെ ശരീരത്തിന്റെ മേൽ വിടുതൽ വരുവാൻ. ആ കുഷ്ഠരോഗി പറഞ്ഞതുപോലെ കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ യെസ്, ശരീരത്തിന്മേൽ വിടുതൽ വ്യാപരിക്കട്ടെ, രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, മിനിസ്ട്രിയുടെ മേൽ ദൈവിക വിടുതലുകൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ശുശ്രൂഷയുടെ കർത്തൃത്വം കർത്താവിന് കൊടുത്താട്ടെ, സഭയുടെ കർത്തൃത്വം കർത്താവിന് കൊടുത്താട്ടെ, ഹല്ലേലൂയ, ജീവന്റെ കർത്തൃത്വം കർത്താവിന് കൊടുത്താട്ടെ.
ആത്മീക ജീവിതത്തിന്റെ കർത്തൃത്വം കർത്താവിന് കൊടുത്താട്ടെ.